എന്തുണ്ട്? മെയിൻ മെസ്സേജിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഒരു സഭയിൽ ഒരു വാട്സപ്പ് സന്ദേശം ഇങ്ങനെ പിള്ളേരുടെ ഇടയിൽ കൂടെ ഓടിക്കളിച്ചു എന്ന് കണ്ടുപിടിച്ചത് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നമുക്ക് പേടിക്കേണ്ടതാണ്. അതായത് ഈ 12 മണി കഴിഞ്ഞുള്ള ലാസ്റ്റ് പ്രസംഗത്തിന് പിള്ളേരിട്ട പേരാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇതെല്ലാം കൂടി ഇങ്ങനെ അയച്ച് ഒക്കെ വരുമ്പോൾ ഇവരെ വിധിക്കാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ആരാ? നിനവേക്കാർ വരും. ഒരുമാതിരിപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്നാ ചോദിച്ചാൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചൊരു മെസ്സേജ് എടുക്കും. അതാദ്യമായിട്ട് പ്രസംഗിക്കുന്ന അന്ന് ലൈവ് കാണും. ആ ലൈവിൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രസംഗിച്ചിട്ട് ഇറങ്ങും, പറയും പാസ്റ്റർ ഈ പ്രസംഗം ഞങ്ങൾ എന്ത് ചെയ്തായിരുന്നു കേട്ടതാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട പ്രഭാഷകരുടെ മുഴുവൻ പ്രസംഗവും കാണാതെ അറിയാവുന്നവരാണ് ഓഡിയൻസ് അല്ല. എന്നിട്ടും പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ദുഃഖം. അപ്പം ഇങ്ങനെ കേട്ടിട്ട് തഴമ്പിച്ച് പോയവരെല്ലാം ഒരു വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ ആരാണ്? നിനവേക്കാരെന്ന് പറയുന്നവർ വിധിച്ചാൽ അവർ ഒറ്റ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു, വീണ് കിടന്ന് അനുദപിച്ച് കരഞ്ഞു. അവർക്ക് റൈറ്റ് ഉണ്ട്. ഞങ്ങൾ ഒന്നേ കേട്ടുള്ളൂ, അത് ഞങ്ങൾ ഏറ്റെടുത്തു. ആ ഒരൊറ്റ പ്രസംഗം ഞങ്ങളെ ആട്ടിമുട്ടി മാറ്റി മറിച്ചു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, കേട്ടിട്ടധികം ശിക്ഷാവിധിയിലേക്ക് പോകാം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. കേൾക്കുന്നത് അധികം എന്തിൻ്റെ കാരണമാകാം? ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഞങ്ങൾ കേൾക്കുന്ന ഓരോ സന്ദേശങ്ങൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിന് കാരണമാകണമേ എന്ന് മാനസാന്തരപ്പെട്ടവർ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം? മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു നിമിഷം കരമുയർത്തി ദൈവത്തോട് ഞങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ, മിക്കവാറും പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ, നമ്മുടെ ഭാഷന്മാരുടെ പ്രസംഗങ്ങളും എല്ലാം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഈ കേട്ടിട്ട് ഞങ്ങൾ അധികം എന്തിനു പോകരുത്? ശിക്ഷാവിധിക്ക് കാരണമാകാതെ. അപ്പം ഒരു പ്രസംഗങ്ങൾ കേൾക്കുന്നു, പക്ഷെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാത്തവരെ എല്ലാം വിധിക്കാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ആരാണ്? നിനവേക്കാർ എഴുന്നേറ്റിട്ട് ഈ തലമുറയെ കുറ്റം വിധിക്കും. അങ്ങനെ ഒരു വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ പ്രിയപ്പെട്ടവരെ, നിൽക്കണമെങ്കിൽ ഒറ്റ വഴി. ഓരോ വചനം, എനിക്കൊരു കാര്യം അറിയാം, ഈ ഞാൻ ഏറ്റവും കൂടുതൽ എന്നോട് ദൈവം ഇടപെട്ടിട്ടുള്ള സമയം, ആത്മാർത്ഥതയുടെ ഭാഷയെ പറയുകയാണ്, പൊയ്മുകളില്ലാതെ. ചിലപ്പോൾ ഇങ്ങനെ പലയിടത്തും ചെന്നിരിക്കുമ്പോൾ എന്താ പ്രസംഗിക്കുന്നത്, പല വിഷയങ്ങളും നമ്മളിങ്ങനെ ഞരങ്ങിയിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം, ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് മനപ്പാഠവാക്യം പറയും. അവർ വരുണ്ടാണ് ഈ പറയുന്നത്, ഈ ഷർട്ടിൻ്റെ നിക്കറയിലും പാൻറ്റിലും ഒക്കെ പിടിച്ച്. എന്നിട്ട് എങ്ങാനും തെറ്റിയാൽ വീട്ടിൽ ചെന്നാൽ എടുത്തിട്ട് അടിക്കുന്ന അമ്മയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് വരുണ്ട്. അച്ഛനെ അവർ നോക്കത്തേ ഇല്ല, അച്ഛനൊന്നും വിഷയമല്ല. പക്ഷെ അമ്മയുടെ മുഖത്തോട്ട് നോക്കി വരുണ്ട് വേർത്ത്. കാരണം ഇവനെങ്ങാനും തെറ്റിയാൽ അമ്മയുടെ ഈഗോയ്ക്കാണ് ഇടി കിട്ടുന്നത്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി അമ്മ ഇങ്ങനെ പറയുമ്പോൾ ആ വാക്യം മിക്കവാറും എൻ്റെ പ്രശ്നത്തിനുള്ള ഉത്തരവായിരിക്കും. എന്നാ കാര്യം എന്നറിയാമോ? ഈ ഏത് കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും അതിന് നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിനൊരു ദൂതുണ്ടെന്നുള്ളതാണ്. അപ്പം ദൈവവചനം ഇങ്ങനെ തുറവിയോടിരിക്കുന്നവർക്കൊക്കെ ഏത് ചെറിയവർ പ്രസംഗിച്ചാലും ഏത് കൊച്ചു വചനമാണെങ്കിലും അതിനകത്ത് നമുക്കൊരു പ്രവൃത്തി ഉണ്ടെന്നുള്ളതാണ്. വചന പ്രസംഗങ്ങളോട്, വചനത്തോട് കുറച്ചുകൂടെ ഒരു ആഭിമുഖ്യവും ഒരു തുറവിയും ഒരു ഒരുക്കവും ഒക്കെ ഉണ്ടായാൽ നമ്മുടെ യോഗങ്ങളിലും നമ്മുടെ സഭായോഗങ്ങളിലും നമ്മുടെ പ്രഭാഷണങ്ങളിലും എല്ലാം ദൈവം വലിയ വ്യത്യാസങ്ങളെ വരുത്തും. നിനവേക്കാരുടെ ആറ്റിറ്റ്യൂഡ്, ഒരൊറ്റ പ്രസംഗം കേട്ടു എന്നിട്ട് അവരെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. രണ്ടാമത്തെ കാര്യം ഇതാ ഇവിടെ യോനായിലും വലിയവൻ 42-ാമത്തെ വാക്യം എന്താണ്? തെക്കേരാജ്ഞി ന്യായവിധിയില് ഈ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റിട്ട് അതിനെ എന്ത് ചെയ്യും? കുറ്റം വിധിക്കും. അടുത്ത വാക്യം, അവൾ എന്ത് അന്വേഷിച്ചു പോയി? ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് ചെയ്തല്ലോ വന്നല്ലോ. ഇവിടെ ഇതാ ആരിലും വലിയവൻ, ശലോമോനിലും വലിയവൻ. അപ്പോൾ ഇനി അടുത്ത ഒരു വിധി, ആ വിധികളിൽ നോക്കുക. ഇനിയും വരാൻ പോകും, ഏതായാലും വിധി വിശ്വസിക്കുന്നുണ്ടല്ലോ, വിധിയിൽ വരാൻ പോകുന്ന അടുത്ത ഒരാള് അതാരാണ്? തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വരും. അസീറിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിലവെ ആ തെക്കേ അറ്റത്തുനിന്ന് ഒരു വിജാതീയ രാജ്ഞി ഈ മാനസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതായിരിക്കാം. ശേബാ രാജ്ഞി, തെക്കേ രാജ്ഞി എഴുന്നേറ്റിട്ട് ആരെ വിധിക്കാൻ വരും? നമ്മളെ വിധിക്കാൻ വരും. മനസ്സിലായല്ലോ? തെക്കേ രാജ്ഞി വിധിക്കാൻ വരുമെന്ന്. ആരെ മക്കളെ? തെക്കേ രാജ്ഞി, ശേബാ രാജ്ഞി. എന്തായിരിക്കും തെക്കേ രാജ്ഞിക്ക് വിധിക്കാൻ? അവൾ ഈ തലമുറ, അങ്ങനെ എഴുതി വയ്ക്കും, ഈ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റിട്ട് അതിനെ എന്ത് ചെയ്യും? കുറ്റം വിധിക്കും. എന്തുകൊണ്ടായിരിക്കണം ഇവൾ ഇങ്ങനെ ഈ രാജ്ഞി വിധിക്കാൻ വന്നാൽ? എന്താ അതിൻ്റെ റൈറ്റ്? ഈ ഒറ്റ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട ഒരു രാജ്ഞി, അവൾ കേട്ടു ഒരു ജ്ഞാനമുള്ള ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ശലോമോനാണ്.
അതുകൊണ്ട് ഈ സഹോദരി എന്തന്വേഷിച്ചു പോയി? ജ്ഞാനം അന്വേഷിച്ചു പോയി. ജ്ഞാനം അന്വേഷിച്ചു പോയി. ജ്ഞാനം കേൾക്കാൻ ഒത്തിരി. അതാണ് അവള് ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ എവിടുന്ന് പോയി? ഭൂമിയുടെ അറ്റത്തുനിന്ന് പോയി. ഭൂമിയുടെ അറ്റത്തുനിന്ന് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ അറ്റത്തുനിന്ന് ജ്ഞാനം കേൾക്കാൻ വേണ്ടി പോയവരാണ്. എത്രയോ ദൂരെ കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടിട്ട് ചൂട്ടുകറ്റയും കത്തിച്ച് പോയ തലമുറയുടെ ഒരു ഇളമുറക്കാരാണ് നമ്മളൊക്കെ. അവരൊക്കെ എന്തന്വേഷിച്ച് പോയവരാണ്? എവിടെങ്കിലും ഒരു യോഗമുണ്ടെങ്കിൽ, എവിടെങ്കിലും ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി അന്വേഷിച്ച് പോയ ഒരു തലമുറ നമുക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്. അവരെന്തന്വേഷിച്ചു? ജ്ഞാനം അന്വേഷിച്ചു പോയി. ജ്ഞാനം. ആ ജ്ഞാനം അന്വേഷിച്ച് പോയവർ നമ്മളെ എന്ത് ചെയ്യാൻ വരാം? വിധിക്കാൻ വരുമെന്നാണ്. വിധിയുടെ ഒരു തലത്തിൽ ജ്ഞാനം എന്തായിരിക്കാം റൈറ്റ്? ഞാൻ ജ്ഞാനം അന്വേഷിച്ച് പോയതാണ്. ഞാൻ വിജാതിയായ ഒരു രാജ്ഞി. പക്ഷേ ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ജ്ഞാനം അന്വേഷിച്ച് പോയി. എന്താ ജ്ഞാനം? വചനം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിലാണ് എന്ത് ഉള്ളത്? ജ്ഞാനമുള്ളത്. ജ്ഞാനമുണ്ട്. അപ്പോൾ ഈ ജ്ഞാനമായത് അന്വേഷിച്ച് പോകണം. ഇത് അന്വേഷിക്കാത്തവരെ വിധിക്കാൻ ആര് വരും? തെക്കേ രാജ്ഞി വരും. എനിക്ക് വളരെ സങ്കടമുള്ളത് കൊണ്ട് ഇത് എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഏതാണ്ട് ഒരു എക്സാജറേഷൻ കാണുന്ന കാലങ്ങൾ കൊണ്ട് ഒരു 2-3 ലക്ഷം രൂപയുടെയെങ്കിലും പുസ്തകം കാണും. ഞാൻ പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഒരു വലിയ തിയോളജിൻസിൻ്റെയോ പാസ്റ്റേഴ്സിൻ്റെയോ അല്ല, എൻ്റെ ഒരു സോക്കോൾഡ് വിശ്വാസ സമൂഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇരുന്ന് അവിടെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ അടുത്ത ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആകുമ്പോൾ വല്ല ബുക്കുകൾ വല്ലതും ഉണ്ടോ എനിക്കൊന്ന് റെഫർ ചെയ്യാൻ നോക്കുമ്പോൾ അവരിങ്ങനെ ഷോക്കേസിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ന്യൂ ലൈഫ് ആപ്ലിക്കേഷൻ ബൈബിള്, NIV സ്റ്റഡി ബൈബിള്, ദാനിയേൽ പൂർവാപര പഠന ബൈബിള്, ബൈലിംഗൽ ബൈബിള്, പിന്നെ വ്യാഖ്യാനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ തുറന്നു നോക്കിയിട്ടില്ല. ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? കാഴ്ച വസ്തുവായിട്ടിരിക്കുകയാണ്. ബൈബിൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് NIV ഉണ്ട്, പിന്നെ NKJV ഉണ്ട്, KJV ഉണ്ട്, RSV ഉണ്ട്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും നല്ലതാണെന്നായിട്ട് പറഞ്ഞിട്ട് ബൈലിംഗൽ ബൈബിളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാനൊരു ഇൻ്റർവ്യൂ എടുത്ത് എൻ്റെ പാസ്റ്റർമാരെ എന്നെ കൂടെ ഒക്കെ വെച്ചോണ്ട് എൻ്റെ കാര്യം കൂടെ ആയിരുന്നു പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഈ പാസ്റ്റർമാരെ കൂടുതലും ബൈബിൾ വായിക്കുന്നത്? പ്രസംഗം ഉള്ളപ്പോഴാണ് ഞങ്ങൾ എന്തോ വായിക്കുന്നത്? ബൈബിൾ വായിക്കും. അപ്പോൾ ഒരു ദൂത് തപ്പി മാത്രം ബൈബിൾ വായിക്കുക, അതും സത്യത്തിൽ ഇപ്പം കുറഞ്ഞു കേട്ടോ. ദൂത് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ട് ദൂതിലോട്ട് പോവുകയല്ല, പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫോർമേറ്റീവിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ബൈബിളിൽ എന്തെങ്കിലും ഒരു വാക്യം തപ്പിയൊക്കെ എടുത്താണ് ഈ പ്രസംഗങ്ങളൊക്കെ പലതും എന്ന് പറയുന്ന ഒരു എക്സാജറേഷനൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ എല്ലാം വിധിക്കാൻ ഒരാൾ വന്നിരിക്കും. ആരാണ്? തെക്കേര. ഒറ്റ കാര്യം, ഞാൻ കുത്തിയിരുന്ന് ജ്ഞാനം അന്വേഷിച്ച് പോയതാണ്. അപ്പം ഞാൻ കുറേ പേരെ കണ്ടു, അമ്മച്ചിമാരെയൊക്കെ എൻ്റെ പല യാത്രയെ കണ്ടു. വായിക്കാൻ അറിയത്തില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് വായിക്കാൻ പഠിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ? ബൈബിള് വായിക്കാൻ വേണ്ടി ഞാൻ വായിക്കാൻ പഠിച്ചു. കണ്ണാടിയില്ല, ആ ഒരു കണ്ണാടിയുടെ അറ്റത്ത് ഫ്രെയിമില്ല, നൂലുകൊണ്ടൊക്കെ കെട്ടിവെച്ചിട്ട് 1-2 മണിക്കൂർ കുത്തിയിരുന്ന് വചനം വായിച്ച് ഇങ്ങനെ ബൈബിൾ വാക്യങ്ങൾ കാണാതെ പറയുന്ന കുറേ പേരെ കണ്ടപ്പോൾ എൻ്റെ അന്തരംഗം ഞെട്ടിപ്പോയി. ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടെന്നുള്ളതൊരു ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് എന്ത് വായിക്കണം? ദൈവത്തിൻ്റെ വചനം വായിക്കണം. വചനം വായിക്കാത്തവരെ മുഴുവൻ വിധിക്കാൻ ആര് വരും? തെക്കേ രാജ്ഞി വരും. അപ്പം നിൽക്കാനൊക്കത്തില്ലെങ്കിൽ എന്ത് വായിച്ചോണം? ദൈവത്തിൻ്റെ വചനം വായിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. 83-ൽ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. 83 അപ്പച്ചൻ മരിക്കുമ്പോൾ എനിക്കൊരു 9-10 വയസ്സേ ഉള്ളൂ. അപ്പച്ചനൊരു പ്രായാധിക്യത്തിലാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് ഒരു മരിപ്രയാണ കൂട്ടമുണ്ട്. CC മാത്യു സാർ എന്ന് പറയുന്ന ഒരു ഭക്തനായ ഇച്ചിരി തീവ്രവാദ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു അസറ്റി ഗ്രൂപ്പാണ്. ഭയങ്കര അതിവിശുദ്ധ വിശ്വാസത്തിൽ നിന്നൊക്കെ പറഞ്ഞ് നിലകൊണ്ട ഒരു ഗ്രൂപ്പ്. അതിൻ്റെ ഒരു 10-80 പേരടങ്ങുന്ന ഒരു മാസയോഗം, മിക്കവരും അധ്യാപകരും ജോലി ചെയ്യുന്നവരൊക്കെയാണ്. ഇവിടെ ഒരു മാസയോഗമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ മരണത്തിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൽബം ഈ ഇടയ്ക്ക് തപ്പിയെടുത്തപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം കണ്ടു. അപ്പച്ചനെ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന അതിനകത്ത് വീട്ടുകാരുടെ ഫോട്ടോ. അന്ന് ഒരു ശൈലിയുണ്ട്, വീട്ടുകാരും നാട്ടുകാരെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കൂട്ടായ്മക്കാരിൽ നിന്ന് എന്തെടുക്കും? ഒരു ഫോട്ടോ എടുക്കും. ഒന്നാമത്തെ കാര്യം, ഫോട്ടോ റയറാണ്. ഇപ്പം ഈ എല്ലാവരുടെയും കയ്യിൽ ഈ ഫോട്ടോ ഉള്ളത് കൊണ്ടാണ് ഈ ഫോട്ടോയ്ക്കൊരു
വിലയില്ലാതെ. പണ്ട് ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴാണ് ഒരു ഫോട്ടോ എടുക്കൽ. അപ്പച്ചൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കൂടെ വരും, ഒരു നേരിതൊക്കെ ഇട്ട് ഓടി വന്ന് നിൽക്കും ഫോട്ടോ എടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല പഴയ വീട്ടിലും ആ ഫോട്ടോ എടുക്കുമ്പോൾ ഇവർ ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ കയ്യിലെടുത്ത് പിടിക്കും. എന്താ? ബൈബിള് പിടിച്ചോണ്ടാണ് ഫോട്ടോയ്ക്ക് എന്ത് ചെയ്യുന്നത്? പോസ് ചെയ്യുന്നത്. എനിക്കൊരു അത്ഭുതമാണ്. ഇന്ന് ബൈബിൾ പിടിച്ചോണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാറുണ്ട്. സെൽഫി എടുക്കുമ്പോൾ ബൈബിൾ പിടിച്ചോണ്ട് എടുക്കും. പോട്ടെ. അപ്പോൾ ഈ അപ്പച്ചൻ്റെ അടക്കത്തിന് വന്നിരിക്കുന്ന കാണാൻ വന്നവരാണ് പലരും ഭാഷമാരൊന്നും അല്ലേ, പലരും ജോലിക്കാരാണ്. പക്ഷേ ഇവർ ഫോട്ടോയ്ക്ക് ഇന്നപ്പോൾ എല്ലാവരും കണ്ട് ഇങ്ങനെ ബൈബിൾ കണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടാണ് എന്തിന് നിന്നത്? ഫോട്ടോയ്ക്ക്. ആ ഫോട്ടോ എന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അപ്പം മരണത്തിന് കാണാൻ വന്നവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ബൈബിളുണ്ടായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി പോയത് ഇടയ്ക്കിടയ്ക്ക് ഒരു മരണ ശുശ്രൂഷയ്ക്ക് മുഖ്യ ശുശ്രൂഷ ചെയ്യാൻ വന്ന പുള്ളിയുടെ കൈ ബൈബിളില്ല. അദ്ദേഹം വാക്യം വായിച്ചത് മൊബൈലിൽ നിർത്താണ്. ഇതിനിടയ്ക്ക് പുള്ളിക്ക് കോള് വന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കേ, എല്ലാവരും അല്ലെങ്കിൽ പോലും. അപ്പോൾ ഈ ബൈബിളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ, വിധിയുടെ ദിവസം നമുക്ക് ഈ അവിടെ ചെല്ലണമെങ്കിൽ പോലും ഈ വേദപുസ്തകവുമായിട്ട് ബന്ധം വേണം. അതുകൊണ്ടായിരിക്കണം ആശാരിപദേശി എന്ന് കേട്ടിട്ടുണ്ട്, അമേരിക്ക ഇറങ്ങിയപ്പോൾ ഈ ബൈബിൾ എടുത്ത് തലേ വെച്ചോണ്ടായി. പരമാർത്ഥാണ്. ഇതിങ്ങനെ പിടിച്ചോണ്ട് നടന്നാൽ തന്നെ അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. അപ്പം പിന്നെ ഇത് വായിച്ചാൽ ചെറിയൊരു അനുഗ്രഹമാണോ? അങ്ങനെയെങ്കിൽ ഈ തെക്കേ രാജ്യം കാണാൻ വിധിക്കാൻ വരുന്നതിന് മുമ്പ് അവിടെ നിൽക്കുമ്പോൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ടെന്നുള്ള പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ അധികമായിട്ട് ഇത് ഇപ്പം നമുക്കിത് കൊണ്ടു നടക്കാം. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് അറിയത്തില്ല. ഈ രാജ്യം എങ്ങോട്ട് പോകട്ടെ, അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവമുണ്ടെന്നുള്ളത് ഉറപ്പ്. എന്നാൽ അതിനു മുമ്പ് കർത്താവെ, എൻ്റെ കയ്യിരിക്കുന്ന വേദപുസ്തകത്തെ ഇങ്ങനെ കുത്തിയിരുന്ന് വായിച്ച് ജ്ഞാനത്തിൻ്റെ വാക്കുകളെ ഇതിൽ കണ്ടെത്താൻ എളിയവർക്ക് കഴിയണം. മുമ്പ് എനിക്ക് സന്തോഷം തോന്നി. ആയിരക്കണക്കിന് കരങ്ങൾ ഉയർത്തി ഇവിടെ വീശിയത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. എന്നാൽ അതിലും സന്തോഷത്തോടെ ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് ബൈബിളുകൾ കയ്യിലുള്ളവരെല്ലാം അതൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കുറേ നേരം, അത് വേണം ലൈവൊക്കെ എടുക്കുക, അതൊക്കെയല്ലേ എടുക്കണ്ടേ? എല്ലാം ഒന്ന് എടുത്ത് മക്കളെ, ഇത്രയും വേദപുസ്തകം അതൊക്കെ അത്ര ഉയർത്തിപ്പിടിച്ച്, അത്രയും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ വേദപുസ്തകം ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഇരു കരങ്ങൾ കൊണ്ട് ഈ വേദപുസ്തകത്തിൽ നിന്ന് പിടിച്ച മക്കളെ, രണ്ട് കൈ കൊണ്ട് ഇത് പിടിച്ചുകൊണ്ട് പറ, കർത്താവേ, ഇത് വായിക്കാൻ എനിക്ക് കൃപ തരണമേ, ഇത് ധ്യാനിക്കുക. ഉറക്കെ പിടിച്ച്. ബൈബിളില്ലാത്തവരെല്ലാം നാളെ ബൈബിളുമായിട്ടേ വരാവൂ. നാളത്തെ ദൈവദാസൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. നാളെ ബൈബിളുമായിട്ട് വേണം വരാൻ. ഇതിങ്ങനെ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് വരണം. ഇനിയുള്ള എല്ലാ ദിവസങ്ങളും വരുമ്പോഴും വേദപുസ്തകം കൈ മുറുക്ക പിടിച്ച് അത് കൈ പിടിച്ചുകൊണ്ട് ഈ പടി കയറി വരുമ്പോൾ അതിങ്ങനെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിങ്ങനെ നെഞ്ചോട് ചേർന്നിരുന്ന ഒരു വിധിയുടെ ദിവസം നിന്നെ ഉയർക്കുമ്പോൾ ഇതിനകത്ത് വചനത്തിൽ ഇത് വെറും പേപ്പറാണ്. എന്നാൽ ഇത് വായിച്ച് വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ്. ഈ വചനം കേൾക്കുന്നവർക്കൊരു പോഷത്വമാണ്. എന്നാൽ ഇതിനകത്ത് ഭയങ്കര ശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവെ, എനിക്ക് വചനം വായിക്കണം, എന്നാൽ ഈ ദിവസങ്ങളായിട്ട് കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് എനിക്ക് അക്ഷരം പിടിക്കുന്നില്ലെന്ന് പറയുന്നവര് വേദപുസ്തകത്ത് വെച്ചോ, എനിക്ക് വചനം വായിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കാഴ്ച ശക്തിയുടെ പ്രയാസം കൊണ്ട് എനിക്ക് വചനം വായിക്കാൻ, കാണുന്നതൊന്നും വായിക്കാൻ വേണ്ടിയല്ല, വചനം വായിക്കാൻ എൻ്റെ കാഴ്ച തുറക്കണം, എനിക്ക് കണ്ണ് നല്ലപോലെ കാണുന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്നവരുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശിക്കപ്പെടും. എന്തിന്? കണ്ണുകൾ തെളിയും. എന്തിനാണെന്നറിയാമോ? ഈ വചനത്തിൻ്റെ മുത്തുകൾ പറക്കിയെടുക്കുക. അങ്ങനെ വചനം വായിച്ചുകൊണ്ടിരുന്ന ഒരു മെസ്സേജിന് യൂട്യൂബിൽ തപ്പണ്ട, ഒരു മെസ്സേജിന് എങ്ങും പോകണ്ട. ഒരു കണ്ണ് കാണാത്തത്, ഒരു കാത് കേൾക്കാത്തത്, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത ചിന്തകളുടെ മുത്തുകളെ കർത്താവ് ഇങ്ങനെ നമുക്ക് വാരി 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 തരും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി ദൂതുകൾ ലഭിക്കത്തക്കവണ്ണം വേദപുസ്തകവുമായി ബന്ധമുണ്ടാകുവാൻ ഓരോരുത്തരും അത് ദൈവദാസന്മാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി വരുമ്പോൾ അവനോട് സംസാരിക്കാൻ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ ദൂത് വേണം, വചനം വേണം. യേശുവിന്റെ നാമത്തിൽ വചനവുമായിട്ടുള്ള ബന്ധം പ്രാപിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് അതാവേ അത് വായിക്കണമെന്നുണ്ട്. എന്ന പണ്ട് കാലങ്ങളിൽ ഒത്തിരി വായിച്ചു. ഈ ദിവസങ്ങൾ വായിക്കുമ്പോൾ തലവേദന, കണ്ണിന്റെ മങ്ങലുകൾ യേശുവിൻ നാമത്തിൽ അവരുടെ കണ്ണിന്റെ കാഴ്ച പ്രകാശിക്കട്ടെ, കാഴ്ചശക്തി വീണ്ടെടുക്കപ്പെട്ടത് മരണം വരെ ഈ വചനവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടാകത്തക്കവണ്ണോ ഞങ്ങളുടെ വാർദ്ധക്യത്തിരിക്കുന്നവരുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഡയബറ്റിക് റെറ്റിനോപ്പതികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. കണ്ണിന്റെ നരമ്പിന്റെ ചുരുക്കങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. എല്ലാ കണ്ണിന്റെ കാഴ്ച കേടുകൾ വേദപുസ്തകം വായിക്കത്തക്കവണ്ണോ കണ്ണിന്റെ കാഴ്ചകൾ തുറന്നു. എന്നോട് ആത്മാവ് പറയുന്നു,
ചെയ്യുന്നു. ഈ രാത്രി ചിലരുടെ കണ്ണിന്റെ കാഴ്ചകളെ ദൈവം തുറക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശു നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. അധുന രക ലഗതന അർക്കശകേ ലഗതന. കരങ്ങളടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട്. ഈ വചനത്തിനകത്ത് ഭയങ്കര ശക്തിയുണ്ട്. ഘടകം ശകനം ദിഗനം രഗതം രഗനം ദഗനം ദഗനം. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ കണ്ണിനോടുള്ള ബന്ധത്തിൽ കർത്താവിന് രാത്രി ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതാ നഗതന ശകന. അത് കണ്ട് വേദപുസ്തകം വായിക്കുമ്പോൾ വായനാ സമയങ്ങളിൽ തലവേദന എടുക്കുന്നവർ ഇത് രാത്രി കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് 14 ദിവസങ്ങളിലേക്ക് നിരന്തര മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ ഒരുക്കങ്ങളിലൂടെ നടക്കപ്പെട്ട ഈ കൺവെൻഷൻ പന്തലിനകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി വചനവുമായിട്ട് വചനം വായിക്കുമ്പോൾ ഉറക്കം യേശുവിൻ നാമത്തിൽ മാറട്ടെ. അതിനോടുള്ള ഉറക്കം വചനം വായിക്കുവാൻ കഴിയാത്തവരുണ്ടോ? അതിന്റെ വളരെ ദിവസങ്ങളിൽ ഇരുന്ന് വചനം വായിച്ച് ആദ്യോട് വായിച്ചവരെ, എന്നാൽ ഈ ദിവസങ്ങൾ അതിനോടുള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടിട്ട് വചനധ്യാനം കുറഞ്ഞുപോയി. ബൈബിൾ സ്കൂളിൽ കുഞ്ഞുങ്ങളെ എളിയവൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ സമയത്ത് തന്നെ ഏറെ നേരം ബൈബിൾ വായിച്ചു തുടങ്ങിയാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരു കണ്ണ് കാണാത്തതും ഒരു കാത് കേൾക്കാത്തതും ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ദിവ്യ രഹസ്യങ്ങളുടെ ചുരുളുകളെ കർത്താവ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു തരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനത്തെ സ്നേഹിക്കുക, വചനത്തെ സ്നേഹിക്കുക, ഉറക്കളച്ച് വചനം വായിക്കുക. തെക്കേ രാജ്ഞി വിധിക്കും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എന്നോട് കർത്താവ് ഇടപെട്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിനെ വളരെ ധ്യാനിപ്പിച്ചൊരു കാര്യം. ദൈവമേ, എൻ്റെ വചന ധ്യാനം എൻ്റെ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് കൂടാണ്. തിരക്കുകളുടെ നടുവിൽ ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ കർത്താവ് ഈ ദിവസങ്ങൾ അധികമായി വചനം ധ്യാനിക്കുവാൻ അതിനൊരു അഭിഷേകം വേണം. അത് ഭയങ്കര കൃപയാണ്, ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ സെക്യുലറായിട്ടുള്ള ആൾക്കാരെ പോലെ എൻ്റെ ഹൃദയത്തെ പൊട്ടിച്ചു ഉലച്ച ഒരു സംഭവമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ തുടങ്ങിയ ഒരു സമയത്ത് അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ട വിശ്വാസിയല്ല, ക്രിസ്ത്യനുമല്ല, അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു ആൻറ്റി, ഒരു അമ്മയാണ്, ആഠ്യത്തുള്ള ഒരു അമ്മയാണ്. കണ്ടാ അറിയാം, ഒരു നല്ല കുലീനത്വമുള്ള ഒരു സ്ത്രീ, ഒരു അധ്യാപികയാണ്. അവരിങ്ങനെ കയറി വരുന്നു. അവരെ കണ്ടപ്പോൾ ആരെന്നറിയില്ല. എന്താ വിഷയം ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ മകൻ ഓടിച്ചുകൊണ്ട് പോയൊരു വണ്ടി ആയിട്ട് ബന്ധപ്പെട്ടൊരു കുഞ്ഞിനെ ഇടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായ വിഷയം, അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയ്ക്ക് മതമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ ധൃതി വെച്ച് പോവുകയാണ്. പോകാൻ ഇറങ്ങി നിൽക്കുമ്പോഴാണ് വരുന്നത്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ വിഷയം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് അവരെ ഒഴിവാക്കി പോകണം, അതിൻ്റെ ധൃതി നിൽക്കുക. അപ്പോൾ അമ്മയോട് ഞാൻ ഇറങ്ങാൻ നിന്ന് ചോദിച്ച് ഏത് സഭയിൽപ്പെട്ട ആളാണ്, എവിടെയാണ് കൂടുന്നത്? അപ്പോൾ അമ്മയോട് പറഞ്ഞു സ്വർഗീയ സഭയുടെ അന്നാണെന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു അതേത് സഭയാണ്? സ്വർഗീയ വിരുന്നാണ്. അന്ന് സ്വർഗീയ വിരുന്ന് കൊണ്ട് വരുന്ന സഭയാണ്. സ്വർഗീയ വിരുന്നല്ല, സ്വർഗീയ സഭ. അത് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഒരു 10-18 വർഷമായിട്ട് യേശുവായിട്ട് ബന്ധമുള്ള ഒരാളാണ്. എന്നും വേദപുസ്തകം വായിക്കും. അതാണ് അവരുടെ ബന്ധം. അത് അവരുടെ ബന്ധമാണ്. എന്നും വേദപുസ്തകം വായിക്കും. എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ അവരോട് സംസാരം. ഞാൻ ചോദിച്ചു എന്താ വിഷയം? അപ്പോൾ അവരുടെ ഒരു വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ട കുഞ്ഞ് സീരിയസ് ആയിട്ട് കിടക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ, അതാണ് പ്രശ്നം. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി ഇത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്തോ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി സീരിയസ്. അത് കുട്ടി വെന്റിലേറ്ററാണ്. പക്ഷേ കുഞ്ഞെ ഇന്ന് രാവിലെ ഞാൻ വായിച്ചത് ലാസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ കർത്താവിനോട് ഇടപെട്ടു. ഇന്നലെ ഞാൻ വായിച്ചത് വിധവയുടെ മഞ്ചത്തെ കർത്താവ് തൊട്ട വിഷയമാണ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് അത് കർത്താവ് പ്രവർത്തിക്കും. അപ്പോൾ ഈ സ്ത്രീ ആരല്ല, വിശ്വാസിയായി. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ വരാൻ വഴി അറിയാമായിരുന്നു? മോനെ വഴി അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങി അവിടെ നിന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ദൂതനെ ഞാൻ നിനക്ക് മുമ്പായിട്ട് അയക്കും. ഞാൻ കയറിയിരുന്ന വണ്ടിയുടെ ഇടത് സൈഡിൽ ഒരാളോട് ചോദിച്ചു, ആൻറ്റി എവിടെ പോവാം? ഞാൻ പറഞ്ഞു ഇന്നടത്ത് പോവാം. അപ്പം പറഞ്ഞു വഴി അറിയത്തില്ല. പറഞ്ഞു ആൻറ്റി പേടിക്കണം, എനിക്ക് ആ സ്ഥലം അറിയാം. ആൻറ്റി അവിടെ വരുമ്പോൾ ഞാൻ പറയാം, ആൻറ്റി അവിടെ ഇറങ്ങിക്കോളാം പറഞ്ഞു. അപ്പം ദൂതനെ എനിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്തു? അയക്കുന്നു. അപ്പോൾ അവരെൻ്റെ കയ്യിൽ അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി ഇങ്ങനെ ആൻറ്റി എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു വീട്ടിൽ പ്രശ്നമുണ്ടോ? എടുത്ത വഴി മറുപടി, മോനെ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ജയിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു അമ്മ എൻ്റെ ഇച്ചിരി പൈസ തന്നു. ഞാൻ പറഞ്ഞു ആൻറ്റി പൈസയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല മോനെ, സന്തോഷത്തോടെ കൊടുക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യുന്നു?
വചനം പറയാം. എന്നിട്ട് ഈ ആൻറ്റി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഈ തൊഴുത്തിൽ പെടാത്ത കുറേ ആടുകൾ അവിടെ ഇവിടെ കൊണ്ടുവന്ന്, അങ്ങനെ ഒരു ആടാണെന്ന് ഞാനങ്ങ് ഓർത്താൽ മതി. എൻ്റെ ദൈവമേ, ദൈവശാസ്ത്ര ചിന്തകൾ പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഞാൻ ചോദിച്ചു, എവിടെങ്കിലും ഇന്ന് വരെ ഒരു പള്ളിയിൽ ആരാധനയ്ക്ക് പോത്തില്ല, പക്ഷെ പോകാൻ ഒത്തിട്ടില്ല, പക്ഷേ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്ന ഒരു ബന്ധം. പക്ഷേ എനിക്ക് പറ്റിപ്പോയൊരു വലിയ അപകടം, പള്ളിയിൽ വേദം പോകുന്നവർ പലരും എന്ത് വായിക്കുന്നില്ല. വേദവസം ഒന്നുകൂടെ വേദവസം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ വായിക്കണം, ഇതിങ്ങനെ അങ്ങ് വായിക്കണം, ഇരുന്നങ്ങ് വായിക്കണം. നിങ്ങളങ്ങ് ഈ വായിക്കാൻ തുടങ്ങിയാൽ നമുക്കങ്ങ് ഇൻട്രസ്റ്റ് ആകും. നിങ്ങൾ നോക്കിക്കുക, അവധിക്കൊക്കെ 1, 2, 3, 4 അധ്യായമൊക്കെ വെച്ചുകൊണ്ട് വായിച്ച് എന്ത് രസമാണെന്നറിയാം. അപ്പോൾ കർത്താവ് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് പറയുക, എനിക്കറിയാവുന്ന, ഞാൻ അറിയാവുന്ന പറയുമ്പോൾ ഞാൻ കേട്ട ഒരു കാര്യം, ഒരു കുഞ്ഞ് അവന് എന്നോടത് എൻ്റെ ഒരു മിഷണറി സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ആ കുട്ടിയെ ആ സഹോദരനെ എനിക്കറിയാം, ഒരു മിഷണറി സ്റ്റുഡൻ്റായിട്ട് ഒരു വിശ്വാസികളും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സാന്നിധ്യമില്ലാത്തൊരു ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയൊരു കുട്ടി ചെയ്ത ഒരു കാര്യം, അവൻ്റെ കൂടെ റൂംമേറ്റായിട്ട് വന്നവരെല്ലാം അവിടുത്തെ ഏറ്റവും വലിയ ഹൈകാസ്റ്റ് ആളുകൾ, എങ്ങനെ അവരോട് ഇതിനെക്കുറിച്ചൊക്കെ പറയും ഒക്കില്ല. പക്ഷേ ഇവനൊരു കാര്യം ചെയ്യും, ഉഷകാലത്ത് എഴുന്നേറ്റിട്ട് കുളിച്ച് ഒരുങ്ങി വന്ന് വേദപുസ്തകം വായിക്കും. എന്നിട്ട് ആ വായിച്ചതിൽ ദൈവം അവനെ പ്രേരിപ്പിച്ചത് മാർക്കറിട്ടൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി അവിടെ അതിൻ്റെ സൈഡിൽ നോട്ടൊക്കെ കുറിച്ചിട്ട് അവൻ ആരും അറിയാതെ എഴുന്നേറ്റ് പോകും, തുറന്നു വെച്ചിട്ട് അന്ന് ധ്യാനിച്ചത്. പക്ഷേ ഇവൻ്റെ സുഹൃത്തുക്കൾ വന്ന് ഇവൻ വരയിട്ടത് വായിച്ച് അവർ രണ്ടുപേരും യേശുവിനെ അറിഞ്ഞു, അവർ രക്ഷിക്കപ്പെട്ടു, മിഷണറിമാരായിട്ട് മാറി. നിങ്ങൾ വചനം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമായിരിക്കുക. അത്ഭുതം, ജ്ഞാനം അന്വേഷിക്കുക. എവിടെ? ദൈവത്തിൻ്റെ വചനമായിട്ട്. അന്ന് ഈ തലമുറയിൽ വിധിക്കാൻ വരും. ആര് വരുമെന്ന്? തെക്കേ രാജ്യം വിധിക്കാൻ വരും. അപ്പം 1 നിനവേക്കാർ വിധിക്കും, 2 ആര് വിധിക്കാം? തെക്കേ രാജ്യം വിധിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഒരു വലിയ ഒരു സംഭവമായിട്ട് അവിടെ അതിനെ കാണുന്നു. മത്തായി എഴുതിയ സുവിശേഷം 19-ാമത് അധ്യായത്തിൽ ശ്രദ്ധിക്കണേ. അപ്പോൾ 19-ാം അധ്യായം ഇങ്ങനെ കർത്താവുമായിട്ട് ഒരുത്തൻ വരികയാണ്. അതാണ് 16 മുതലുള്ള ഒരു കാര്യം. അവനോട് പറയുന്നു, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം, എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്ന എന്ത്? നല്ലവൻ ഒരുത്തനെ ഉള്ളൂ, ജീവനെ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, എന്താ കൽപ്പന? അപ്പോൾ യേശു കർത്താവ് അവനോട് പറഞ്ഞു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, 6ഓളം അപ്പനെ അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പം യൗവനക്കാരൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തുകൊണ്ട് പ്രമാണിച്ചു എന്ന്. അപ്പം കർത്താവ് പറഞ്ഞു, നിനക്ക് കുറവുള്ളത് എന്താണ്? അപ്പം പറഞ്ഞു, നീ നിൻ്റേതെല്ലാം വിറ്റിട്ട് ആർക്ക് കൊടുക്കണം? ദരിദ്രർക്ക് കൊടുക്കണം. അപ്പം സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ട്. അപ്പം യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് അവ വിട്ടിട്ട് എന്ത് ചെയ്തു? അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നു. അപ്പോഴാണ് ഈ പത്രോസിനൊരു സ്വഭാവമുണ്ട്, ഇച്ചിരി എസ്റ്റംബറാണ് ആൾ പാവമാണെങ്കിൽ ഇച്ചിരി എന്തോ ഉണ്ട്, തിടുക്കമാണ്. പക്ഷേ എനിക്കൊരു ഇഷ്ടമാണ് ആ കാര്യത്തിൽ. കാരണം ഈ തിടുക്കമുള്ളവരെ കൊണ്ട് വല്ല കാര്യമൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. വല്ലതൊക്കെ നടക്കണ ഇങ്ങനെയുള്ളവരോട് വേണം. മറ്റവരിങ്ങനെ ആലോചിച്ചിരിക്കും, ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാസ്റ്ററെ വെച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ നടത്തുമെന്ന് ഞങ്ങൾ കുറേ നാളുണ്ടാകും. ഇത് പറയാൻ തുടങ്ങിയിട്ട് 5 വർഷമായി, ഇതുവരെ എന്ത് നടന്നില്ല കൺവെൻഷൻ. പക്ഷേ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു അപ്പച്ചൻ്റെ 180ാമത്തെ കൺവെൻഷൻ കഴിഞ്ഞു. അപ്പച്ചന് ഇപ്പോൾ 80 വയസ്സായിട്ടുണ്ട്. അപ്പച്ചനങ്ങ് കൺവെൻഷൻ. ഞാൻ ചോദിച്ചു, എങ്ങനെ കൺവെൻഷൻ? ഒന്നുമില്ല, ഒരു സ്ഥലത്ത് പോയി 2 മൈക്ക് വെക്കും, അവിടെ കിടന്ന് ഉറങ്ങും, രാവിലെ 4 മണിക്ക് വചനം വിളിച്ച് പറയും, പിന്നെ അങ്ങ് പ്രസംഗിക്കും. അപ്പോൾ അപ്പച്ചനെ അങ്ങ് കൺവെൻഷൻ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല. ആലോചിച്ച് നടക്കാൻ ഒക്കാത്ത ഒറ്റ കാര്യമുള്ളൂ, എന്താ? കർത്താവിൻ്റെ വേല. അത് ആലോചിക്കരുത്, ചുമ്മാ അങ്ങ് നടത്തുക. ആര് നടത്തും? കർത്താവ് നടത്തും. അപ്പം ഒത്തിരി ആലോചിച്ചാൽ നടക്കാത്ത ഒരു കാര്യമേ ഉള്ളൂ, എന്താണ്? ദൈവരാജ്യത്തിൻ്റെ. അത് വേറെ വിഷയം. ഇതേ ഉള്ളൂ നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കുന്നത്. കൊച്ചു കാനഡയിൽ പോകണം, നമുക്കൊന്നും മുന്നും ചിക്കാതെ എന്തോരു വിശ്വാസം. ആര് നടത്തും? കർത്താവുണ്ടെന്ന്. അതൊക്കെ പറയുമ്പോഴത്തേനും ഇങ്ങനെ വിറയ്ക്കുന്ന കാണാം. പക്ഷെ കൺവെൻഷൻ വരുമ്പോൾ ആരില്ല, ഉറപ്പില്ല. അതുകൊണ്ട് കൺവെൻഷൻ ഉറപ്പാക്കുക, മറ്റേ കാര്യം കർത്താവ് ഉറപ്പാക്കിക്കൊള്ളു. അപ്പം ഈ എടുത്ത് ചാടുന്ന ഒരാളാണ് പത്രോസ് ചോദിച്ചു, കർത്താവേ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ എന്ത് ചെയ്തു? അനുഗമിച്ചു. ഞങ്ങൾക്ക് എന്തോ കിട്ടും. പക്ഷേ ഇത് എന്തോ കിട്ടുമെന്നുള്ള ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം കൂടെ നോക്കിയാലേ അത് കിട്ടത്തുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്തു? സകലവും വിട്ട് നിന്നെ എന്ത് ചെയ്തു? അനുഗമിച്ചു. അതൊരു ത്യാഗമാണ്. സകലവും വിട്ടു. അപ്പം കർത്താവ് അവരോട് പറയാണ്, നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് പറയാം. നിങ്ങൾ ഈ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങൾ ഇരുന്നു കൊണ്ട് യഹൂദാ ഗോത്രം
ഇസ്രായേൽ ഗോത്രം 12 എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അപ്പോൾ ഇസ്രായേൽ ഗോത്രമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും ഈ 12 ശിഷ്യന്മാർ വന്നിരുന്ന് എന്തോ വിധിക്കുമെന്ന ന്യായം വിധിക്കും. ഞാനിത് വായിച്ചിട്ട് അങ്ങ് കരഞ്ഞുപോയി. കാരണം 12 ശിഷ്യന്മാർക്ക് വിധിക്കാനുള്ള റൈറ്റ് എന്താ? അവരെന്ത് ചെയ്തു? ത്യജിച്ചു. ആ ത്യജിച്ചതിൽ ഒരാൾ ഇന്ത്യക്ക് വന്നു. ആര് വന്നു? സെന്റ് തോമസ് വന്നു. സെന്റ് തോമസ് എവിടെ വന്നു? ഇന്ത്യക്ക് വന്നു. നമ്മളിപ്പോൾ ഈ സംശയത്തിൻ്റെ ആളാന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം സംശയത്തിൻ്റെ ആളൊക്കെ ജെനുവിൻ ആളായിരുന്നു. അവന് ജെനുവിൻ സംശയമായിരുന്നു. ആ ജെനുവിൻ സംശയമാണെങ്കിൽ ആര് മാറ്റിക്കൊടുക്കും? ദൈവം മാറ്റിക്കൊടുക്കും. ഈ സംശയത്തിന് വേണ്ടി സംശയം ചോദിക്കുന്നവരുടെ ഉത്തരം കർത്താവിനില്ല. എന്നാൽ ഹൃദയംഗമായി അവനോടൊരു സംശയം ഉണ്ടെങ്കിൽ അവനത് തീർത്തു തരുന്ന ദൈവമാണ്. തോമസ് സംശയത്തിന് വേണ്ടി സംശയം ചോദിച്ചതല്ല, തോമസ് ജെനുവിനാണ്. ആ ജെനുവിൻ സംശയം ആരും നീട്ടിക്കൊടുത്തു? കർത്താവ്. അവൻ ചോദിക്കുന്ന ജോലിയുണ്ട്. ഞാൻ അവൻ്റെ വിരലിൽ അവൻ്റെ കയ്യിൽ വിരലിടുകയും ആണിപ്പഴുത്ത് ഇടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അതേ ചോദ്യം ചോദിച്ചുകൊണ്ട് കർത്താവ് അവനെ എൻകൗണ്ടർ ചെയ്തു. അതോടുകൂടി തോമസ് അങ്ങ് മാറി. തോമസ് എവിടെ വന്നു എന്നാണ് വിശ്വാസം? ഇന്ത്യക്ക് വന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ദൈവസഭയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രൈസ്തവതയുടെ ഒരു അടിസ്ഥാനം, ഒരു ട്രഡീഷനാണ്. അത് ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ അറിയാം. ആര് വന്നെന്നാ? സെൻറ്റ് തോമസ് വന്നു. അപ്പോൾ ഈ സെൻറ്റ് തോമസ് വന്നു എന്ന് പറയുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ അടുത്തൊരു സ്ഥലമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ റാന്നിക്കാരനായതുകൊണ്ട് റാന്നി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായി ആയിരുന്ന, ഇപ്പോഴല്ല, ഇപ്പോൾ അത് കോന്നി നിയോജക മണ്ഡലമാണ്. റാന്നി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു സ്ഥലമുണ്ട്. സെൻറ്റ് തോമസ് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന എന്താണ്? നിലയ്ക്കൽ അന്ന് വന്ന് പള്ളികൾ സ്ഥാപിച്ച ഒരിടത്ത് നിലയ്ക്കലുമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു ഇഷ്യൂ ഒക്കെ 83-ലോ 82-ലോ ഉണ്ടായിട്ടുണ്ട്. അവിടെ അത് വളരെ അന്ന് സൗഹാർദ്ദപരമായി ഒക്കെ തീർന്ന് ഇന്ന് അവിടെ ഒരു നിലയ്ക്കൽ ഒരു പിൽഗ്രിം സ്റ്റേഷനൊക്കെ ഉണ്ട്, ഒരു ചാപ്പലൊക്കെ ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഞാൻ അവിടെ ഞങ്ങളുടെ യൂത്തിൻ്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഒരച്ഛൻ, ഒരു ബദനി ആശ്രമം വൈദികനായിട്ടുള്ള ഒരു അച്ഛൻ അവിടെ ഉണ്ട്. നല്ല കാശായ കുപ്പായ അച്ഛൻ, ഇത്രത്തോളം ഉള്ള നരച്ച താടിയൊക്കെ ഉള്ള ഒരു ബഹുമാനായ അച്ഛനെ ഞാൻ അവിടെ ചെന്ന് കണ്ടു. അച്ഛൻ ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ നാട്ടുകാർ ആ സ്ഥലമെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ അറിയാം. അച്ഛനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, അച്ഛൻ ഇവിടെ ക്യാമ്പിൻ്റെ കാര്യം. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ ഇവിടെ ആന വരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അവനെ കുഴപ്പമില്ല, അപ്പു ഇന്നലെ വന്നായിരുന്നു. ഈ അപ്പു ഒറ്റയ്ക്ക് വന്നാലേ ഉള്ളൂ പ്രശ്നം. അപ്പും കൂടെ ഒക്കെ വന്ന പ്രശ്നം. ഞാൻ ചോദിച്ചു, ആരാ അപ്പു? ആണെൻ്റെ ആനയുടെ പേര് അപ്പു, അമ്മുവിൻ്റെ പേര്. അപ്പോൾ അച്ഛൻ അവിടെ ഇന്നുകൊണ്ട് പറയും, അമ്മു അങ്ങ് പോടാന്നൊക്കെ, അപ്പു പോകുന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ ഈ അപ്പുവും ഒക്കെ എന്ത് ചെയ്യും? കയറിപ്പോ. അപ്പോൾ ഇന്നും അവിടെ എന്തോ ഉണ്ട്, ആനയുണ്ട്. അപ്പോൾ ഈ ആന കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടത്തിലുള്ളൊരു പാസ്റ്ററാണ് വണ്ടി ഓടിക്കുന്നത്, ജീപ്പ് ഓടിക്കുക. അന്ന് ജീപ്പേ കയറിപ്പോ. അപ്പം ഞാനവിടെ പാസ്റ്ററോട് പറഞ്ഞു, മക്കളെ ഞാൻ വേണേ ഓടിക്കുക. എനിക്ക് പിന്നെ ധൈര്യം ഉണ്ടായിട്ടല്ല, പിന്നെ ഒരു ചേട്ടൻ്റെ അവകാശം. അവൻ പറഞ്ഞു, അച്ഛാ വേണ്ട, ഞാൻ ഓടിച്ചോളാം. ഞാൻ ചോദിച്ചു, ആന ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഇട്ട് നിർത്തണം അച്ഛാ, പിന്നെ വിറയ്ക്കരുത്, ഓഫാക്കരുത്, ഓൺ അടിക്കരുത്, ആന ഇങ്ങനെ കൂളായിട്ട്. ഞാൻ ചെന്നപ്പോൾ ആന നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ ഹെഡ്ലൈറ്റ്, ഇവൻ്റെ സ്റ്റിയറിങ്, ഇവനെങ്ങനെ കിട്ടുകിട വണ്ടി അങ്ങ് ഓഫായി പോയി. അത്ര വിറച്ച്. കാരണം ഇതെല്ലാം പറഞ്ഞോളൂ. ആനയെ മുന്നിൽ കണ്ടപ്പോൾ ആളങ്ങ് പോയി. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ അവിടെ അച്ഛൻ്റെ വളർത്തുന്നതായ പുലി കൊണ്ടുപോയെന്ന് പറഞ്ഞു. പുലി കൊണ്ടുപോയി. അപ്പം നമുക്ക് പേടിയായി. നമ്മൾ പിള്ളേരെ എല്ലാം നേരത്തെ കയറ്റി കിടത്തുന്ന അവിടെ കറണ്ടില്ല. എല്ലാവരെയും മുറിക്കാതെ താത്തിട്ട് ഞങ്ങളിങ്ങനെ ഒരു വടിയുമായിട്ട് നടക്കുക. എന്തോ വരും? പുലി വരും. പുലിക്കും വടിയുമായിട്ട് ബന്ധമില്ല. എന്നാലും നമ്മളെല്ലാം ഇത്ര ഉത്തരവാദിത്തപ്പെട്ട കൊച്ചുങ്ങളെ കൊണ്ട് നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചനെ ഒരു ജനലിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് കതക് തുറന്നിട്ടിട്ട് പുലി വരുന്നേന്ന് അലറി. ഇവനെ ഒന്ന് പിടിക്കണമല്ലോ. ഞങ്ങളിങ്ങനെ നോക്കി ഒരു മുറി ഐഡൻറ്റിഫൈ ചെയ്ത് ഞാനും പാസ്റ്ററും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇവനെ നമ്മൾ ഈ ക്യാമ്പിൻ്റെ കുരുത്തക്കെടുക. അപ്പോൾ ഇവനിങ്ങനെ ജനല് തുറന്ന് പുലി വരുന്നു പറയാൻ വേണ്ടി തല ഉറപ്പിടുക. എൻ്റെ കൂടെ ഇന്ന പാസ്റ്റർ ഇവൻ്റെ കഴുത്തെ കയറി പിടിച്ചു. ഇവൻ അക്ഷരാർത്ഥത്തിൽ ഓർത്തു. അവൻ എന്തൊക്കെ സാധിച്ചു എന്ന് ഞാൻ പറയത്തില്ല, പരസ്യവേദിയായതുകൊണ്ട് ഇതെല്ലാം സാധിച്ചു. അപ്പോൾ ഇന്നും അവിടെ എന്തോ ഉണ്ട്? പുലിയുണ്ട്. ഇന്നും അവിടെ എന്തുണ്ട്? ആനയുണ്ട്. ഈ ആനയും പുലി അന്ന് പിന്നെ അത് വലിയ പട്ടണമായിരുന്നൊക്കെ പറയുന്നത് എന്തും ആയിക്കോട്ടെ, ഇന്ന് അവിടെ എന്തുണ്ട്? പുലിയുണ്ട്. അതുകൊണ്ട് ഈ പിള്ളേരെ ഒന്നും അവിടെ ക്യാമ്പിന് വിടാൻ വേണ്ടി ഞാൻ ഓരോ പേരൻസിൻ്റെ അടുക്ക പോയി എൻ്റെ ഉത്തരവാദിത്തത്തിൽ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി അവിടുന്ന് ഇറക്കത്തില്ല. കാരണം ഇറങ്ങത്തില്ല, ഒരു ഗുണമുണ്ട്, തോട്ടപ്പുഴുകൊണ്ട് കടിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട്, ഇറങ്ങത്തില്ല. ഇന്നും അവിടെ ആനയുള്ള സ്ഥലത്ത് അന്നൊരു മനുഷ്യൻ ഇത്രയും യാത്ര ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ ഇവരെ ഇന്ത്യക്കാരായ, അതായത് ഒരു കസേര അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട്
ഫാൻ എവിടെ ഉണ്ടോ അവിടെ കസേര മാറ്റി ഇരുന്നിട്ട് ഒരു ഇച്ചിരി ചൂട് പിടിച്ചാൽ തോർത്തൊക്കെ എടുത്ത് തൂത്ത് അസ്വസ്ഥതയുടെ മുഖമുദ്ര മുഴുവൻ കാണിക്കുന്ന ഇത്രയെല്ലാം ഉണ്ടായിട്ടും പോരാ. എ സിയുടെ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. എ സി ഉണ്ടെങ്കിൽ തണുപ്പ് കൂടുതലാണ്. ഇന്നെല്ലാം പറയുന്നവരെ എല്ലാം വിധിക്കാൻ ആര് വരുന്നുണ്ട്? സെന്റ് തോമസ് എങ്ങാനും വന്ന് അങ്ങയുടെ എങ്ങാനും മുന്നിൽ എൻ്റെ മലയാളി ക്രൈസ്തവ പെന്തക്കോസ്ത് വിശ്വാസികളെ നമ്മളെ കിട്ടിയാൽ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? അന്ന് ഇവിടെ വന്ന് ആ ഒരു സിനിമ ഡോക്യുമെൻ്ററി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. എന്തൊരു സംഭവം എന്നറിയാം. എന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ വീണു മരിച്ചു എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യരൊക്കെ നമ്മളെ വിധിക്കാൻ വന്ന ആ വിധിക്ക് ഒറ്റ ഇരവുള്ളൂ, ഞാൻ സകലതും വിട്ടവനാണ്. അപ്പം ത്യജിക്കാത്ത ഒരുവർക്കും ഈ സിംഹാസനത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കാനൊക്കത്തില്ല. അല്ല, അവിടെ ഉണ്ടല്ലോ സുഖം മാത്രം അന്വേഷിച്ചവൻ. ഞാൻ വല്ലാതെ വിഷമിച്ച് പറയുന്നത് നല്ലർത്ഥത്തിൽ കാണണമേ. ഒരു കൺവെൻഷനിൽ ഞാൻ കണ്ടതാണ്, 1 മണിയായപ്പം ആ കത്രിമേശ എടുത്തവർ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കൺവെൻഷൻ്റെ കാര്യമാണ് പറഞ്ഞു. ഈ കൺവെൻഷൻ സമാനമൊക്കെ തന്നെയാണ്. ഞാനൊരു 50 മണിക്കൂർ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരാഴ്ച പോസ്റ്റർ ഒട്ടിക്കാൻ പോയി എന്ന് ഓർത്തു 7 ദിവസം കൊണ്ടൊക്കെ പോസ്റ്റർ ഒട്ടിയിട്ട് തീരത്തുള്ളൂ. 7-12 എത്രയായി? രാവിലെ ഒരു 9 മണിക്ക് പോയാൽ 5 മണി വരെ എന്തൊട്ടിക്കും? പോസ്റ്റ് ഒട്ടിക്കും. 5-6 പേര് പോസ്റ്റ് ഒട്ടിച്ചതല്ലേ? എത്ര പേര് ഉറക്കളച്ചതാ? എത്ര പേര് വേണം ഫുഡ് ഉണ്ടാക്കുക? അപ്പോൾ എൻ്റെ ഒരു 50, അങ്ങനെ ഒരു 30 പേരെങ്കിലും ഫുൾ ടൈം അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ 10-15 ഭാഷമാർ, അവരുടെ ഭാര്യമാരും, പിന്നെ കുറേ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ. അങ്ങനെയാണെങ്കിൽ ഒരു 1500 മണിക്കൂർ ഞങ്ങൾ അധ്വാനിച്ചതാണ് ഈ ഒരു 2.5 മണിക്കൂർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ആ 2.5 മണിക്കൂറിൽ 5 മിനിറ്റ് മുമ്പോട്ട് പോയാൽ അസ്വസ്ഥപ്പെടുന്ന എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, സെന്റ് തോമസ് എങ്ങാനും നിങ്ങളുടെ. അപ്പോൾ സെന്റ് തോമസ് ഏതായാലും വിധിക്കാതിരുന്ന പുള്ളിക്കാരൻ ഏതായാലും കെനിയക്കാരനെ പിടിക്കാൻ പോകത്തില്ല. ആരുടെയൊക്കെ വരും? ഈ മലയാളിയെ പിടിക്കും. കാരണം ഈ ഇടയ്ക്ക് എൻ്റെ ഒരാൾ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണം, ലോകത്താദ്യം പള്ളി ഉണ്ടായ ഒരു ദേവാലയം ഉണ്ടായത് കേരളത്തിലായിരിക്കുമെന്ന്. കാരണം അതേ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ എന്ത് സ്ഥാപിച്ചു എന്നാ? പള്ളി സ്ഥാപിച്ചെങ്കിൽ ലോകത്താദ്യം ദേവാലയം പള്ളി എന്ന് പറയുന്ന ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതെവിടാണ്? ഈ കേരളത്തിലായിരിക്കുമെന്ന്. അതിൻ്റെ ഒരു അധികാരത്തെ എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു താല്പര്യമോ, നമ്മളെല്ലാം വിധിക്കാൻ സെന്റ് തോമസ് വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒന്ന് ത്യാഗം ചെയ്യാൻ വേണ്ടി, കുറച്ചുകൂടെ ഒന്ന് ഉപവസിക്കാൻ വേണ്ടി, കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, കുറച്ചുകൂടെ ഒന്ന് മുഴുരാത്രി പ്രാർത്ഥനകളെ ഉറക്കളച്ച് ദൈവസന്ധി ഇരിക്കാൻ വേണ്ടി, കർത്താവേ നിന്റെ രാജ്യത്തിന് വേണ്ടി എന്നെ ത്യജിക്കുവാൻ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ജീവനെ ത്യജിച്ചതാം രക്തസാക്ഷി സംഘത്തിൽ ആയുധത്തെ ഏന്തി നാം അയോധനം ചെയ്തിടുന്ന പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം. അപ്പം ത്യജിച്ചവന്റെ മാർഗമാണ് സ്വയം ത്യജിച്ചവന്റെ മാർഗമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പോകണം. മലയാളി ക്രൈസ്തവരെ 2000 വർഷത്തെ പൈതൃകം നമുക്കുള്ള 12 അപ്പോസ്തലന്മാർ ഇരുന്നു കൊണ്ട് നമ്മളെ എന്ത് ചെയ്യുമെന്ന് ന്യായം വിധിക്കുമെന്ന്. ഇങ്ങനെ ഓരോരുത്തരും താന്താൻ്റെ എവിടെ വരും? നിരയിൽ വരും. ഞാൻ അത്ഭുതപ്പെടുത്തി പോയൊരു കാര്യമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹറിലൊരിടത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോയപ്പോൾ ഒരു പെന്തക്കോസ്ത് മിഷനിൽപ്പെട്ട ഒരു ബ്രദർ, അദ്ദേഹം ഒരു ഉന്നത ഒരു എയർലൈനിൽ ജോലി ചെയ്യുന്ന ഒരു സീനിയർ അക്കൗണ്ടൻ്റാണ്. അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, നമുക്കൊരു കുറച്ചൊന്ന് റൈഡിന് പോകണം. ഞാൻ ചോദിച്ചു എന്തിനാ? എനിക്ക് താങ്കളോട് കുറേ വർത്താനം പറയണം, എന്നോട് എന്തോ താല്പര്യം. അദ്ദേഹം എന്നോട് പറയുകയാണ്, പോകുന്ന വഴിക്ക് അത്ഭുതം തോന്നിപ്പോയി എൻ്റെ പൊന്നു മക്കളെ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മാവി അപ്പൻ്റെ പെങ്ങള് കൊച്ചു പെൺകുട്ടിയായിരിക്കുമ്പോൾ കഴിഞ്ഞപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പെന്തക്കോസ്ത് മിഷൻ്റെ ഭാഗമായി വേലയ്ക്ക് വേണ്ടി സമർപ്പിതയായി. അപ്പോൾ അവരവരെ പ്രാർത്ഥിച്ച് മൂപ്പന്മാർ ഈ അമ്മയെ പ്രാർത്ഥിച്ച് 66 എങ്ങാണ്ട് കാൺപൂരിന് അയച്ചു. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. കാൺപൂരിന് അയച്ചു. 70 അന്നുണ്ടായൊരു സംഭവം. അങ്ങനെ കാൺപൂരിൽ അവർ UP-യിൽ 100ഓളം കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ട് വന്ന അവിടെ വേല ഉണ്ടായി. ഒരു ദിവസം സുവിശേഷ വിരോധികൾ ഈ ആലയത്തിൽ കയറി അടിച്ച് തകർത്തിട്ട് ഒരമ്മയുടെ കൈ വെട്ടിയെടുത്തു, 2 അമ്മയുടെ കഴുത്ത് അറുത്തിട്ടു. 1970-ലുണ്ടായ സംഭവം. കഴുത്തറുത്ത് വീണിട്ട് അവർ ആയുധം വീശി അവിടെ പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ ഇവിടെ നിന്നവരെല്ലാം ഓടിപ്പോയവർ അടുത്തുള്ള ഒരു എയർഫോഴ്സിൻ്റെ ക്യാമ്പുണ്ട്. അവിടെ ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ ആ സമയത്ത് രക്ഷിക്കപ്പെട്ടവർ മർത്തോമായി രക്ഷിക്കപ്പെട്ടു വന്നൊരു സഹോദരൻ അവിടെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട്. അദ്ദേഹത്തോട്, മലയാളിയായ സഹോദരൻ, അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ഓടിച്ചെന്ന് തൻ്റെ ഓഫീസറെ അറിയിച്ച് ആംഡ് വണ്ടിയിൽ അവർ പെട്ടെന്ന് ഈ സ്ഥലത്തെത്തിയപ്പോൾ ഇവരൊക്കെ ഒന്ന് മാറിക്കൊടുത്തു. കാരണം അവർ ഫുൾ ഫോഴ്സ് വന്നതാണ്. എന്നിട്ട് ഈ കഴുത്തററ്റ് കിടന്ന 12 മരിച്ചിട്ടില്ല പിടച്ചുകൊണ്ടിരുന്ന ഇവരെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന
പോകുന്ന വഴിക്ക് ഈ അമ്മ എന്തോ വിളിക്കുന്നു. ശ്രദ്ധിച്ചപ്പം മലയാളിയായി ഇദ്ദേഹത്തിന് മനസ്സിലായി. ജോയി, പേര് ഞാൻ കൃത്യമല്ല, ജോയിന്നോ ജോസെന്നോ ജോയി എന്നാണ് പറയുന്നത്. അപ്പം ജോയി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ അമ്മ ഒരു ജോയിയെ വിളിക്കുകയാണ്. ജോയി ആരാന്ന് അറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ ജോയിയാന്ന് പറഞ്ഞു. ജോയിയാന്നുള്ള വിശ്വാസത്തിൽ കയ്യെ മുറുക്കെ പിടിച്ച് ഈ അമ്മ എന്ത് ചെയ്തു, മരിച്ചു. അവിടെ തന്നെ അടക്കി. വർഷങ്ങൾ കഴിഞ്ഞു. ഈ കൈ പിടിച്ചു ഈ അമ്മയുടെ ആങ്ങളെ ഈ എന്നോട് പറഞ്ഞ ആ സഹോദരൻ്റെ അപ്പൻ്റെ പേരാണ് സ്വന്തം ആങ്ങളെ, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം മരണത്തിന് മുമ്പ് ഇവർ ആവശ്യപ്പെട്ടത് ആരുടെ കാണണമെന്നാണ്, ആങ്ങളെ ഈ ആങ്ങളയുടെ മകൻ വർഷങ്ങൾ കഴിഞ്ഞ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ആ വീട്ടിൽ ചെന്ന് ആൽബം തപ്പിയപ്പോൾ ഈ ശവടക്കൻ്റെ ആൽബം ഇരിക്കുന്നു. അപ്പം നോക്കിയപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു ആൻറ്റി മരിച്ചു, അന്ന് ഞാൻ കയ്യെ പിടിച്ച് ജോയിയാന്ന് പറഞ്ഞ് കൊടുത്തു. ആ കയ്യെ പിടിച്ച് കൊടുത്ത ആളുടെ മോളെ കൊണ്ട് ഈ ജോയിയുടെ മോനെ ആര് കെട്ടിച്ചു? ദൈവം കെട്ടിച്ചു. ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതികളൊക്കെ കണ്ട ദൈവം ആരാന്ന് നമ്മുടെ ചിന്ത. അപ്പം ഇവരെയൊക്കെ ഇങ്ങനെ നേരെ വന്ന് ഉയർപ്പ് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ നിൽക്കാനൊക്കും? അല്പം പോലും ത്യജിക്കാൻ കഴിയാത്തവരായ നമുക്ക് എവിടെ നിൽക്കാനൊക്കെ? ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, നിനക്ക് വേണ്ടി ചിലത് ത്യജിക്കാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കണം? ഈ പലരും ഇന്നും ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഒരു മുറി പാസേജ് അതിനകത്ത് കഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒറ്റ കാര്യമുണ്ട്. ഒരു ദിവസം ഞാൻ സകലവും വിട്ട് അനുഗമിച്ചവർക്ക് പ്രതിഫലം വിധിക്കുമ്പോൾ, ഇടയശ്രേഷ്ഠം വരുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ വരുന്നുണ്ട് ഒരു വിധി. ആര് വിധിക്കാൻ? 12 അപ്പോസ്തലന്മാരെ വിധിക്കാൻ. മലയാളി പെന്തക്കോസ്ത് സമൂഹമേ, സെന്റ് തോമസ് എങ്ങാനും വന്നിരുന്ന് ആ വഴിക്കോട്ട് പോയേക്കരുത്. അച്ചായ അറിയാം, എൻ്റെ പേരും തോമസാന്ന് പറഞ്ഞു, ഞങ്ങളുടെ സർനെയും തോമസാന്നും പറഞ്ഞ് ആ വഴിക്ക് പോകരുത്. അദ്ദേഹം നമ്മളെ ഇട്ട് ചിലപ്പം കുടഞ്ഞു കളയും. കാരണം പ്രത്യേകിച്ച് എനിക്ക് പേടിയായിപ്പോയി. റാന്നിക്കാരനായതുകൊണ്ടും നിലയ്ക്ക് വന്നതുകൊണ്ടും റാന്നിക്കാരെ മുഴുവൻ വിധിക്കാൻ ഒരു പക്ഷേ തോമസാ ഇരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. കർത്താവേ, കുറച്ചുകൂടൊന്ന് ത്യജിച്ച് നിൽക്കുവാൻ. എൻ്റെ നാമനിമിത്തം ഒത്തിരി ത്യജിച്ചവർ ഈ ലോകത്തുണ്ട്. സുഗലോലുതയുടെ അതിനകത്തുനിന്ന് സകലം പോലും ത്യജിക്കാൻ കഴിയാത്തവരെ ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി ത്യജിച്ച് നിൽക്കുവാൻ. ജീവനെങ്കിൽ ജീവനെ കർത്താവെ ത്യജിക്കുവാൻ. ത്യാഗത്തിന്റെ മാർഗമാണ് കർത്താവിന്റെ വേല. അത് സുഖത്തിന്റെ വേലയല്ല, അത് ത്യാഗത്തിന്റെ വേലയാണ്. അദാന റഗ ലഗദന ശകന. ഈ ബൈബിൾ എപ്പോഴും ഒരു കൗണ്ടർ കൾച്ചറാണ്. ഇതൊരു പ്രതിസംസ്കാരമാണ്. ഈ സംസ്കാരത്തിനകത്ത് ഇത് ത്യജിച്ചവന്റെ മാർഗമാണ്. എനിക്കങ്ങ് ഇതെല്ലാം വേണ്ടെന്നല്ല, എന്നാലും ഡിമാൻഡുകളൊക്കെ വെച്ച് പലയിടത്തും പോകുമ്പോൾ എവിടെങ്കിലും ഒക്കെ ത്യജിച്ചവന്റെ ലോകം അവനായിരിക്കും ഉയർപ്പിന്റെ ഒക്കെ നിരയിൽ. അതാ നഗ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ പല ഭാഷ ആത്മാർത്ഥതയുടെ ഭാഷ പറയും. ഞാൻ ഇന്ന് പലയിടത്തും പോകുമ്പോൾ ഒരു പ്രഭാഷകനായതുകൊണ്ട് ഞാൻ ചെന്നാൽ എന്നെ സ്വീകരിക്കാൻ ആളുണ്ട്, എനിക്ക് ഫുഡ് തരാൻ ആളുണ്ട്, എനിക്ക് അക്കോമഡേഷൻ തരാൻ ആളുണ്ട്. പക്ഷെ ഇടയ്ക്ക് കയറി ചെന്നപ്പോൾ ഒരു മൈക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു അച്ചായൻ ഒരു കാപ്പിക്കട കയറിയിട്ട് ചോദിച്ചു എന്തുകൊണ്ട് കഴിക്കാൻ? പൊറോട്ട ഉണ്ട്, മുട്ട, പിന്നെ അവരിങ്ങനെ പടപടാന്ന് പറയാമല്ലോ, മട്ടൻ ചാൻസ് ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. അപ്പം മട്ടൻ എത്ര, മുട്ടയ്ക്ക് എത്ര, ഇറച്ചി എത്ര ചോദിച്ചിട്ട് ഈ അച്ചായൻ പോക്കറ്റെ നോക്കിയിട്ട് പറഞ്ഞു പെറോട്ടയും ചാറും ചായയും തരാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല കാറിൽ ചെന്ന് നല്ല സ്വോത്ര കാഴ്ച മേടിച്ചിട്ട് പോയി പ്രസംഗിച്ചിട്ട് വീട്ടിൽ പോകുന്ന എന്നെക്കാട്ടിലും ഒരു നിരയിൽ ഇങ്ങനെ വന്ന് കയറി നിൽക്കുന്ന കുറേ പേരുണ്ട്. എല്ലാം പ്രസംഗിച്ചിട്ടും ആരും ശ്രദ്ധിക്കാതെ പെറോട്ടയ്ക്ക് മുട്ട വേണ്ടാഞ്ഞിട്ട് ചാറ് മാത്രം കുടിച്ച് ചായയും കുടിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നവർ ആ നിരയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസം വരുന്ന ഒരു ഉയർപ്പിന്റെ പൊൻപുലരിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കൗണ്ടർ കൾച്ചറിന് വേണ്ടി ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇത് ക്രിസ്ത്യാനിറ്റി, ഒരു സുവിശേഷകം, ദൈവരാജ്യം, അത് നമ്മുടെ ചിന്തയിലല്ല. അതൊരു കൗണ്ടർ. സകലതും വിട്ടവന്റെ മാർഗമാണ്. അവരെ വിധിക്കുവാൻ വരുന്നു. ആര് വരുന്നു? സെന്റ് തോമസ്. 4ാമത്തെ ഒരു വിധി അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. വായിക്കാം, മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ അതിനൊരു കോണ്ടസ്റ്റിലാണ് പോകുന്നത്. 24-ാം അധ്യായം മുഴുവൻ അന്ത്യകാല ലക്ഷണങ്ങളാണ്. എന്തോരം ലക്ഷണങ്ങളാണ് അവിടെ പറയുന്നത്. അവൻ ഒരു 24 ആദ്യം കാണുന്നുണ്ടോ, ഒരു മല ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്ക വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് ഇങ്ങോട്ട് പറയാണ്, ലോകാവസാനത്തിന്റെ അടയാളം എന്തെന്ന് ചോദിച്ചു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടരുത്. ജാതിയോടും രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പകയ്ക്കും, എൻ്റെ നാമനിമിത്തം നിങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തും. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് അത്തിയെ നോക്കി എന്ത് പഠിക്കണം?
അമ്മ പഠിക്കണം, അത്തി യഹൂദനെ കാണിക്കുന്നു, അതെല്ലാം സംഭവിച്ചു, നമുക്കറിയാം ഇതെല്ലാം സംഭവിച്ചു. എന്നിട്ട് 25 വന്നപ്പോഴത്തേന് സ്വർഗരാജ്യം, മത്തായി എഴുതിയ സുവിശേഷം പൊതുവെ ദൈവരാജ്യം എന്നുള്ള പദത്തിനെക്കാട്ടിലും കൂടുതൽ എന്താ പറയുക, സ്വർഗരാജ്യം. കാരണം ഈ യഹൂദന്മാർക്ക് ദൈവം എന്ന് പറയാൻ പേടി ആയതുകൊണ്ട് അവർ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കെന്താണ്, സ്വർഗം എന്നൊരു വാക്കാണ്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകന്മാരോട് സദൃശ്യമാണ്. അവർ 10 കന്യകമാരുടെ കഥ. അത് കഴിഞ്ഞിട്ട് 25-ാം അധ്യായത്തിൽ പറയുന്നത് താലന്തുകളുടെ കഥയാണ്. അപ്പോൾ കുറേ താലന്ത് കിട്ടി, അവൻ വ്യാപാരം ചെയ്തു. 1 താലന്ത് മാത്രം കിട്ടിയവൻ എന്ത് ചെയ്തു, കുഴിച്ചിട്ടു. അവൻ ആരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, യജമാൻ തന്നവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ചെല്ലുണ്ട്, അവനെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉള്ള വിധി അവിടെ ഉണ്ട്. ഇതാണ് ദൈവദാസന്മാരുടെ ഒക്കെ ഒരു പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നം. ഞാനിപ്പോൾ ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ പ്രസംഗിച്ചാൽ പറയും, കൊള്ളാം, ശാന്തം, നല്ല പ്രസംഗമൊക്കെ ആണെങ്കിലും അതിനകത്ത് എന്തോ ഇല്ല, ഒരു അഭിഷേകം എന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഈ അഭിഷേകത്തിൽ പറയാം. പ്രിയരെ, 12 അപ്പോസ്തലന്മാർ വരുന്നുണ്ട്, കരമടിക്കുക, സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പറയും, കൊള്ളാം, ബഹളമാണ്, അതിനകത്തൊരു എന്തോ ഇല്ല, ഒരു കാമ്പൊന്നും മെസ്സേജ് ഇല്ല. ഈ കൊയറൊക്കെ ഇന്ന് പാടുമ്പോഴേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കൊയറംഗങ്ങളൊക്കെ ഇന്ന് പാടുമ്പോൾ അതിൽ വലിയ പാടാണ്. ഒരുത്തൻ പ്രാക്ടീസ് വരുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അവർ വരുമ്പോൾ ഇവർ വരത്തില്ല. ഇതിനകത്ത് സൗണ്ടൊക്കെ നോക്കി ഒരാളെ ഒഴിവാക്കിയാൽ അവർ വഴക്കുണ്ടാക്കും. അപ്പോൾ ഇവരെല്ലാം കൂടെ വെച്ചുകൊണ്ട് പാടണം. ഇതെല്ലാം കൂടെ വെച്ച് പാടുമ്പോൾ ഒരു പാട്ടൊന്ന് പഠിച്ച് വരണമെങ്കിൽ 2-3 ദിവസം എടുക്കും. ഇതെല്ലാം പഠിച്ച് പാടി കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഈസി ആയിട്ട് കമൻറ്റ് പറയും. ആർക്കും അറിയാൻ വയ്യാത്ത എങ്ങാണ്ടത്തൊന്നൊരു പാട്ടും എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, പാടുകയാണ്. ഈ പാട്ട് കംപ്ലൈൻറ്റ് പറയുന്നവരെ ശരിയാക്കാൻ ഒറ്റ വഴിയാണ്. ഒന്നിൽ അച്ചായൻ്റെ ഭാര്യയെ, അച്ചായൻ്റെ മോളെ ഇതിനകത്ത് കയറ്റണം. അപ്പം പുള്ളി കരമടിച്ചങ്ങോട്ട് ആരാധിക്കുന്നത് കണ്ടാലുണ്ടല്ലോ, എന്തോ ഒരു സന്തോഷമായിരിക്കും അറിയാമോ. അവരെ റെഡിയാക്കാൻ ഒറ്റ വഴിയുള്ളൂ, എന്നെ കൊയറാണ്, ഇതാണ് കൊയറെന്ന് പറയും. എന്താ കാര്യം എന്നറിയാമോ, ആരുണ്ട്, അവരവരുണ്ട്. അപ്പോൾ ഈ കുറ്റം പറയുന്നവരെ എല്ലാം വിധിക്കാൻ ഇവരുടെ ഒന്നും കയ്യിൽ ദൈവം എന്താ ഏൽപ്പിക്കത്തില്ല. താലന്തുള്ളത് വേഗം ചെയ്യാതിരിക്കുകയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നിട്ട് അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാണ്, 31 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായിട്ട് വരുമ്പോൾ അവൻ തേജസ്സിൻ്റെ സിംഹാസനം. അപ്പം മത്തായി എഴുതിയ സുവിശേഷം പറയുന്ന 4ാമത്തെ ഒരു കാര്യം, തേജസ്സിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് വരുന്നു. അവിടെ പറയുന്നു വിശുദ്ധ ദൂതന്മാരുമായിട്ട് മനുഷ്യപുത്രൻ വരുന്നു. എന്നിട്ട് കർത്താവ് ചെയ്യുക, അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ മുഴുവൻ പേരെ കൂട്ടിയിട്ട് ഇടയൻ എങ്ങനെ തിരിക്കും, ചെമ്മരിയാടുകളെയും കോലാടുകളെയും തിരിക്കുന്നത് പോലെ എന്ത് ചെയ്യും, തിരിക്കും. ചെമ്മരിയാടും കോലാടും. അന്ന് പലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചെമ്മരിയാടും കോലാടിനെയും ഒന്നിച്ച് മേയുമെങ്കിലും കൊണ്ടുപോകുന്ന വഴിക്ക് ഇങ്ങനെ മാറ്റി നിർത്തും. എളുപ്പമാണെന്നാണ് ഞാൻ വായിച്ചത്. കോലാടിന് കറുത്തതാണ്, ചെമ്മരിയാട് ഇച്ചിരി വെളുത്തതാണ്. അപ്പോൾ കോലാടെന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വാർഡ് ഏറ്റവും വില കുറഞ്ഞ ഒരു ജന്തു എന്നുള്ള നിലയിലാണ്. അന്ന് തമ്മിൽ വിലയില്ലാത്തത്. അപ്പോൾ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തന്നെ 2ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ ചെമ്മരിയാട് വെളുത്തതാണ്, കോലാട് എന്താണ്, കറുത്താണ്. ഇതുകൊണ്ടായിരിക്കണം നക്ഷത്രങ്ങളും എങ്ങനെ ഉണ്ട്, ഇരുണ്ടു പോയതും ഉണ്ട്. തേജസ്സിൻ്റെ സിംഹാസനം നിൽക്കുന്നു, 2ആയിട്ട് നിർത്തുന്നു. ചെമ്മരിയാടുകളെ വലത്ത്, കോലാടുകളെ ഇടത്ത് നിർത്തുന്നു. എന്നിട്ട് വലത്തുള്ളവരോട് പറയുന്നു, പിന്നെ ഇടത്തുള്ളവരോട് പറയുന്നു. വിധിയുടെ അടുത്ത ഒരു തലം കാണുകയാണ്. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, കർത്താവ് പറയുന്നു, വാ, ലോകാവസാനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളും എന്ന് പറയുന്നു. 39 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നു 6 കാര്യങ്ങളാണ് കാണുന്നത്. നോക്കിയേ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു, ഭക്ഷിപ്പാൻ തന്നു. 2, ദാഹിച്ചു, കുടിക്കാൻ തന്നു. 3, അതിഥിയായിരുന്നു, എന്നെ ചേർത്തുകൊണ്ട്. 4, നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. 5, രോഗിയായിരുന്നു, എന്നെ കാണാൻ വന്നു. 6, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. 6 കാര്യങ്ങൾ. അപ്പം എന്നിട്ട് അവരോട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. ഇവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി. കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്? ഇതൊരു അത്ഭുതമാണ്. കാരണം ഇവരൊന്നും ചെയ്തിട്ട് അത് ചെയ്തതായിട്ട് തോന്നാതെ ആരും അറിയാതെ ഇങ്ങനെ നടന്നവനെയാണ് ദൈവം ഇത് കണക്കിടുന്നത്. അവരിത് ചെയ്ത കാര്യം മറന്നുപോലും പോയി. കാരണം അതവിടെ ഒരു നോർമൽ
നോർമൽ റൊട്ടീൻ്റെ ഭാഗ്യമായിരുന്നു. ഇതൊരു വലിയ സംഭവമല്ല, ഇത് റൊട്ടീൻ്റെ ഭാഗമാണ്. ആ റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്തു. അത് അടുത്തുള്ളവരോട് പറയാണ്, ഇടത്തുള്ളവരെ. അപ്പോൾ ഈ വലത് ഭാഗം അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടും വലത്തുകരം ആ ഒരു സൈഡ് ഒരു നന്മയുടെയൊക്കെ ഭാഗമായിട്ടും ഒക്കെയുള്ള ഒരു പഴയ നിയമ പശ്ചാത്തലം ഇടത്തും വലത്തുമായിട്ടൊക്കെ തിരിക്കുന്നു. അത് ഇന്നും ഒരു ക്രൈസ്തവ വിശ്വാസികളൊക്കെ ഈ പ്രത്യേകിച്ച് പട്ടത്ത സഭകളൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു ആശയങ്ങളിലൊന്നുകൂടാണ്. കാരണം ഈ കുരിശ് വരയ്ക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ അതിനൊരു ആക്ഷൻ കണ്ടാൽ അറിയാം, സ്വർഗ്ഗസ്ഥനായ ദൈവം ഭൂമിയിലേക്ക് വന്നിട്ട് ഇടത്തുനിന്ന് എങ്ങോട്ട് കൊണ്ടുപോയിന്ന വലത്തുനിന്ന് കൊണ്ടുപോയെന്നുള്ളൊരു ആശയത്തിലൊക്കെ ഇങ്ങനെ പറയപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ ഇടത്തും വലത്തുമായിട്ട് തിരിക്കുന്നു. അപ്പോൾ ഇടത്തുള്ളവരോട് പറയുന്നു ശപിക്കപ്പെട്ടവരെ, വലത്തുള്ളവരോട് പറയുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ. രണ്ട് കൂട്ടരും അത്ഭുതപ്പെട്ടു. ഇടത്തുള്ളവർ ചോദിച്ചു എന്തേ കാര്യം, വലത്തുള്ളവർ ചോദിച്ചു എന്ത് സംഭവിച്ചു. അപ്പം വലത്ത് മക്കളോട് കർത്താവ് പറഞ്ഞു, ഞാൻ ആരായിരുന്നു? നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്തു? ഉടുപ്പിച്ചു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു? ഭക്ഷിക്കാൻ തന്നു. ഞാൻ ഇങ്ങനെ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, അന്ന് കണ്ടു. കർത്താവേ, എപ്പോഴാണ് കർത്താവേ? അപ്പം കർത്താവ് പറഞ്ഞു, ഈ ചെറിയവർ, ഒരു കാര്യം പറഞ്ഞേ, ഈ ചെറിയവർ. അപ്പം ദൈവം ആരുടെ ദൈവമാണ്? ചെറിയവരുടെ ദൈവം. അരുന്ധതി റോയ് എഴുതിയ ഒരു നോവലുണ്ട്, ഓസ്കാർ അവാർഡ് കിട്ടിയത്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അതിന് ആശയം അതല്ലെങ്കിൽ പോലും ചെറുതുകളുടെ ഒടേ തമ്പുരാൻ. അപ്പം ദൈവം എപ്പോഴും ആരുടെ ദൈവമാണ്? ചെറിയവരുടെയും ചെറുതുകൾ. അതിനെ ഒത്തിരി അങ്ങ് സ്പിരിച്വലൈസ് ചെയ്യരുത്. കാരണം അപ്പോസ്തലന്മാർ, ചെറിയ സഹോദരന്മാർ അപ്പോസ്തലന്മാരാകാം, മിഷണറിമാരാകാം. പക്ഷേ നമ്മളിങ്ങനെ വേദോസ്തമൊക്കെ പഠിച്ച് വരുമ്പോൾ ദൈവം എപ്പോഴും ആരുടെ ദൈവമായിരുന്നു? ചെറിയവരുടെ ദൈവം. ക്രിസ്തുവിൻ്റെ സന്ദേശം അതല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ ചുങ്കക്കാരുടെ കൂടെയും വേശ്യമാരുടെ കൂടെയും തള്ളപ്പെട്ടവരുടെയും ഒക്കെ ചേർത്ത് കിടന്നവൻ. ദൈവം ആരുടെ ദൈവം? ചെറിയവരുടെ. അപ്പം നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടും കാണാതെ പോയ ചെറിയവരെയല്ല ഇങ്ങനെ ദൈവം തമ്പുരാൻ ചിലപ്പോൾ എതുവഴി കൊണ്ട് നിർത്തും, മുന്നിൽ കൂടെയൊക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തും. ഇന്നെല്ലാ മനുഷ്യരും വലുതാകാനുള്ള ലോകമാണ്. എല്ലാവരും വലുതാകാനുള്ള പ്രയത്നം. കൊച്ചു കാറുള്ളവർക്ക് എന്തോ വേണം? വലിയ കാറ് വേണം. ചെറിയ വീടുള്ളവർക്ക് എന്തോ വേണം? വലിയ വീട്. വലിയ വീട് വെച്ചവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം എല്ലാ മുറിയിലും എങ്ങനെ കിടക്കും എന്നുള്ളതാണ്. എല്ലാവരും 2 നില വെച്ചിട്ട് ഇപ്പം 1ാമത്തെ നില 2ാമത്തെ നില ആരും കയറത്തില്ല. കാരണം ഒന്നിനും മുട്ടില്ല. പിന്നെ നമ്മളെപ്പോലുള്ള ഉപദേശിമാർ ചെല്ലുമ്പോഴാണ് ഗസ്റ്റ് റൂം എവിടെയാണ്? നമ്മൾ പൊക്കോട്ടെ, അതൊക്കെ നമുക്ക് സന്തോഷമാണ്. ആരും ശരിയില്ല അവിടെ. എന്നാൽ പോലും എല്ലാവരും എന്തിൻ്റെ ലോകത്താണ്? വലുതാകാനുള്ള. ഈ വലുതാകാനുള്ള ലോകത്ത് നമ്മൾ മറന്നു പോകുന്ന കുറേ കാര്യമുണ്ട്. ദൈവം എപ്പോഴും ആരുടെ ദൈവമാണ്? ചെറിയവരുടെ. നമ്മുടെ മുമ്പിൽ. അപ്പോൾ നമ്മൾ ഓർക്കും നമുക്കിപ്പോൾ എന്ത് ചെയ്യാനൊക്കും? അതുകൊണ്ടാണ് ഈ മലയാളത്തിൻ്റെ ഒരു തനതായ സംസ്കാരം ഉണ്ടായത്. പഴയ ആ മലയാള തറവാടുകളിൽ അവരിങ്ങനെ അന്തിക്ക് വീടടയ്ക്കുന്നതിന് മുമ്പ്, ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് അമ്മ ഇങ്ങനെ തല പുറത്തിട്ടിട്ട് ഉറക്കെ ചോദിക്കുമായിരുന്നാണ് പറയുക, അത്താഴ പട്ടിണിക്കാരുണ്ടോ? ലോകത്തെ സൊമാലിയരുടെ പട്ടിണി മാറ്റണമെന്ന് നമുക്ക് ഒക്കണമെന്നില്ല. പക്ഷേ എൻ്റെ ശബ്ദപരിധിക്കകത്ത്, ഈ ശബ്ദത്തിൻ്റെ ഒരു പരിധിയുണ്ട്. ഈ പരിധിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവം ഒരിക്കലും ഈ നിങ്ങളിപ്പോൾ സൊമാലി നമുക്കിപ്പോൾ അതൊന്നും ഒക്കത്തില്ല പ്രിയ, നമ്മളെന്തോ ചെയ്യാനൊക്കെ. പക്ഷേ എൻ്റെ പരിധിക്കകത്ത് എന്തൊക്കെ ഇല്ലേ, അതിനെയാണ് ദൈവം വിളിക്കുന്നത്. ദൈവം എപ്പോഴും ആരുടെ ദൈവം? ചെറിയവരുടെ ദൈവമാണ്. ചെറിയവരുടെ ചെയ്തത്, ഈ ചെറിയവരിൽ ഒരുത്തന്നെ ചെയ്തത് ഞാൻ എന്ത് ചെയ്യത്തില്ല, മറക്കാത്ത. അപ്പം ഇന്ന് ഈ എൻ്റെ പൊന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ ഒരു കൾച്ചറിനെയും കാഴ്ചപ്പാടിനെയും ദൈവം എപ്പോഴും മാറ്റാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഈ അന്ത്യവിധിയുടെ മുമ്പിൽ ഇങ്ങനെങ്ങാനും ഒന്ന് കടന്നു പോകേണ്ട വന്നാൽ ദൈവം എപ്പോഴും ഈ ഇടത്തു മക്കളും വലത്തു മക്കളൊക്കെ മാറ്റുമ്പോൾ വലത്തുള്ളവരോട് നിങ്ങൾക്കുള്ള പ്രതിഫലത്തിൻ്റെ വിഭജനം വരുമ്പോൾ ഇതൊക്കെ ഒരു ഘടകമാണ്. ഒരിക്കലും പ്രവൃത്തിയല്ല സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനം, യേശുവിലുള്ള വിശ്വാസമാണ്. പക്ഷേ എപ്പോഴും യേശു പറയുന്നുണ്ട് ഇതെല്ലാം ആർക്കാ ചെയ്തത്? എനിക്കാ ചെയ്തത്. അപ്പം ദൈവം ആരുടെ ദൈവം? ചെറിയവരുടെ ദൈവം. കര ഉയർത്തി ദൈവത്തോടൊന്ന് സ്തുതിച്ച്. ദൈവം ആരുടെ ദൈവമാണ്? ചെറിയവരുടെ ദൈവം. എന്നെ ഇത് അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, എളിയവനെ ആദരിക്കുന്നവന് ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് ആര് പിടിവിക്കും? ഞാനെങ്ങനെ ഇത് പഠിച്ചെന്നറിയട്ടെ. ഞങ്ങളിങ്ങനെ കുഞ്ഞായിട്ടൊക്കെ ഇരിക്കും. ഞങ്ങളുടെ ഒരു റാന്നി, നമ്മൾ വലിയ ഒരു സമ്പൽ സമൃദ്ധിയിലൊന്നും വളർന്നതല്ല, ഇച്ചിരി ബുദ്ധിമുട്ടിലൊക്കെ വേണം. അപ്പോൾ ഈ റാന്നിക്കാട് ഒരു ട്രഡീഷണൽ വിരുന്നിൻ്റെ ഒരു രീതിയുണ്ട്. ഇലയിടും, കട്ട്ലേറ്റ്, സലാഡ്, ബ്രെഡ്, ചിക്കൻ മപ്പാസ്, പിന്നെ ചോറിന് എരശ്ശേരി നെയ്യ്, അതിന് എല്ലാം ഓരോ ഇലയ്ക്കും ഓരോ ഇതൊക്കെയുണ്ട്. അപ്പം പപ്പയ്ക്കൊന്ന് കടയുണ്ട്. അപ്പോൾ ഒരു ദിവസം വന്ന് പറഞ്ഞു, നാളെ ഇവിടെ ഒരു വലിയ വിരുന്നുകാരൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വിരുന്നുകാർ വരുമ്പോഴുള്ളൂ നമുക്ക് ഈ കട്ട്ലേറ്റൊക്കെ തിന്നാനൊക്കെ തോന്നും. അല്ലാതെ നമ്മുടെ അമ്മ ഇങ്ങനെ കട്ട്ലേറ്റ് തിന്നല്ല നമ്മൾ വളർത്തും. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കി, അത് ഈ റൊട്ടി മാവിനകത്തൊക്കെ ഇങ്ങനെ വറുത്തൊക്കെ എടുക്കുന്ന ഒരു രുചിയല്ലേ. അപ്പം ശരിക്കും കട്ട്ലേറ്റും റൊട്ടിയും മപ്പാസ്. അപ്പം ഉച്ചയായി കടയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരാണ് വിരുന്നുകാരൻ, വീടെല്ലാം ഒരുങ്ങി. അമ്മയ്ക്കും ശരിക്കും അറിയത്തില്ല ആരാണ്, പക്ഷേ ഒരു വിരുന്നുകാരനുണ്ടെന്ന് അറിയാം. എല്ലാം റെഡിയാക്കി നോക്കിയിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ കഴിക്കാൻ പോകുന്നൊരു പാവം പിടിച്ചിട്ടുണ്ട്.
അപ്പം ഇളം കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വിലയൊക്കെ ഇട്ട് ചോറെല്ലാം കൊടുത്തിട്ട് എല്ലാം പോയിട്ട് അപ്പ എന്നോട് പറഞ്ഞു, എന്തിനാ ഞാൻ ഇത് ചെയ്യുന്നറിയാമോ? സങ്കീർത്തനം 41, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് കണ്ടീഷണൽ പ്രോമിസാണ്, അനർത്ഥകാലത്ത് അവരെ ആരും പിടിക്കും. അപ്പം ദൈവം ആരുടെ ദൈവമാണ്? ചെറിയവൻ്റെ ഒക്കെ ദൈവം. ഇന്നിങ്ങനെ അങ്ങ് അടിച്ച് പൊളിച്ച് ആർഭാടിച്ച് അതും പോരാഞ്ഞിട്ട് ഒരു ചുരിദാർ, അത് അടുത്ത കല്യാണത്തിന് അത് കിട്ടിയില്ലെങ്കിൽ അതിന് വഴക്ക്, പിന്നെ ആ വഴക്കിന് പോകാഞ്ഞിട്ട് ആ വഴക്ക്, ഒരു കല്യാണത്തിന് അത് കിട്ടിയില്ലെങ്കിൽ പോകാത്തതിൻ്റെ വഴക്ക്. ഇതിൻ്റെ എല്ലാ ഒടുവിലേ ഇങ്ങനെ വന്ന് നിൽക്കും. എല്ലാവരും വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. നിൽക്കത്തില്ലേ? എളിയവൻ മനസ്സോർന്ന് പറയുക, UK ഒരു കൺവെൻഷന് പോവുക കുറച്ചാൾക്ക് മുമ്പാണ്. അപ്പോൾ ആദ്യകാല എന്നെ അവിടെ പ്രീ പ്ലാൻഡായിട്ട് വിളിച്ച അല്ല ആ മീറ്റിങ് പണ്ടൊക്കെ ഇങ്ങനെ അല്ലാതെ പോകും. അപ്പം ചെല്ലുമ്പോൾ എനിക്ക് ഹോട്ടലുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഹോട്ടലിലൊക്കെ ചെന്നാൽ ബൊഫേ ഉണ്ട്, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്, എല്ലാം ഉണ്ട്. ഞാനങ്ങനെ പോകാൻ വേണ്ടി അന്ന് രാത്രി ടിക്കറ്റ് ഉൾപ്പെടെ തന്ന് പോകാൻ തുടങ്ങുക. ഉച്ചയ്ക്കൊരു കല്യാണ ഉറപ്പുണ്ട്. ഞാൻ ആ കല്യാണ ഉറപ്പിന് ഒരു കോളനിയിലാണ്. അവിടെ ചെന്നു, ഒത്തിരി പേരുള്ള ഒരു സ്ഥലമുള്ള വീടാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇങ്ങനെ കഴിക്കാനിരുന്നപ്പോൾ ആ കോളനിയുടെ ഒരു മൂപ്പൻ, ഈ വീടിൻ്റെ ഒരു കാരണവരൻ, ഈ അദ്ദേഹത്തിന് പഴയൊരു മനുഷ്യനായി മുറുക്കി തുപ്പിയൊരു മനുഷ്യൻ, നരച്ച കൊമ്പമീശയിലെല്ലാം ഇങ്ങനെ മുറുക്ക് നിൽക്കുകയാണ്. ഇങ്ങനെല്ലാം ഇങ്ങനെ അടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉദ്ദേശിയേ വീട് എവിടാ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മേനാന്തോട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്, റാന്നിക്കടുത്ത്. അതെങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു, അവിടെ എനിക്കൊരു അമ്മമ്മയെ അറിയാമായിരുന്നു. ഞാൻ ചോദിച്ചാരാ? ഏലക്കുട്ടി എന്ന് പറഞ്ഞൊരു അമ്മമ്മയെ അറിയാം. അപ്പം ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മമ്മ എൻ്റെ അമ്മയെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എനിക്ക് ഒത്തിരി ഉമ്മ തന്നു. എന്നിട്ട് ഓടിപ്പോയിട്ട് ഒരു അമ്മച്ചി വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, ഇടി നമ്മുടെ എലക്കുട്ടി മാമയുടെ മോനാടിയെന്ന് പറഞ്ഞു. അമ്മച്ചി എനിക്ക് ഇടവും, ഞാൻ ചോറിന് മുമ്പ് ഇരിക്കുകയാണ്, ഇവർ രണ്ടും ഇടവും പറയുന്ന ഉമ്മ വരിക. നല്ല ഉമ്മ കേട്ടോ, നല്ല സ്വീറ്റ് ഉമ്മയാണ്. അതൊക്കെ ഇൻറ്റിമസി ഉള്ള ഉമ്മയാണ്. ഞാൻ ചോദിച്ചു എന്താ കാര്യം, അങ്ങനെ അറിയാം. അയാൾ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് അയാൾ അപ്പൻഡിസൈറ്റിസ് പൊട്ടി സെപ്റ്റിക്കായിട്ട് റാന്നി മേനന്തോട്ട് ഹോസ്പിറ്റൽ റൂംസ് ഉണ്ട്, പിന്നെ അങ്ങേ അറ്റത്തൊരു വലിയ ചിലവില്ലാത്തൊരു വാർഡുണ്ട്. ആ വാർഡ് ഇങ്ങനെ കിടക്കുകയാണ്, കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ. അമ്മ അതുവഴി പോയപ്പോൾ ഇളയെ കണ്ടു, സുശേഷവേലയ്ക്ക് പോയതാ. പിന്നെ 2 ആഴ്ച 3 നേരം കഞ്ഞി കൊണ്ട് കൊടുക്കുമായിരുന്നു. അത് ഓർത്തിട്ട് അയാൾ പറഞ്ഞു, എലിക്കുട്ടി മാമ എനിക്ക് 2 ആഴ്ച കഞ്ഞി കൊണ്ട് തന്ന മോനെ. അപ്പം ഞാനോർത്തു, ഞാനിങ്ങനെ ബൊഫയുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ ഏതോ ചെറിയവനിങ്ങനെ കഞ്ഞി കൊടുത്തതിൻ്റെ കൊച്ചു വെച്ച് കൊടുക്കും. ദൈവം എപ്പോഴും ആളുടെ ദൈവമാണ്, ചെറിയവൻ്റെ ദൈവമാണ്. വലുതുകളാകാനാകുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നമുക്കൊക്കെ എങ്ങനെ ചെയ്യാനൊക്കും? ഞാൻ പൂനെയിലൊരു പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു കൺവെൻഷൻ നടക്കുക. ഞങ്ങൾ കുറേ പിള്ളേരേ ഉള്ളൂ, കുറേ NRI പിള്ളേരുണ്ട്. അപ്പോൾ പിള്ളേർ സെറ്റാണ്, 10-30 പേരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ ആറേപ്പുറം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ കൂടി 3 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. പോളിയോങ്കിച്ച തോന്നുന്നു, അതോ ബെൻഹിനെ കൊണ്ടുവരികയാണ്, അല്ല സോറി ബോംഗെ വരുന്നൊരു മീറ്റിംഗ്. 3 ലക്ഷം രൂപ നിങ്ങൾ സംഭാവന ചെയ്യണം. അപ്പോൾ അവർ ചോദിച്ചു, വി ആർ സ്റ്റുഡൻസ്, ഹൗ ക്യാൻ വി ഗീവ്? അപ്പോൾ അച്ഛൻ പുള്ളിയോട് ചോദിച്ചു, കുഞ്ഞെ നീ എത്ര പെപ്സി കുടിക്കും? അവൻ പറഞ്ഞു, ഞാൻ ദിവസം 5 പെപ്സി കുടിക്കും. എത്ര രൂപ? അന്ന് 50 രൂപ. അങ്ങനെ ആ 30 പിള്ളേരെ പെപ്സി കുടിക്കുന്ന പൈസ ഒറ്റ മാസത്തേക്കിന് പെപ്സി വേണ്ടാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചത് 3 ലക്ഷം രൂപ മേലുണ്ടായിരുന്നു. ഞങ്ങളുടെ അത്രയും പിള്ളേർ പെപ്സി മാത്രം വെച്ചത് കളക്ട് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചത് മാത്രം വന്നപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് പെപ്സി അവോയ്ഡ് ചെയ്ത പൈസ 3 ലക്ഷം രൂപ. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, ദൈവം ഇങ്ങനെ ചെറിയവൻ്റെ ദൈവമാണ്. നമുക്ക് വല്ലതും ചെയ്യാനൊക്കും. ആർക്ക്? നമ്മുടെ ഈ ശബ്ദപരിധിക്കകത്തും. ഇതെല്ലാം മറന്നിട്ട് നമ്മളിവിടെയൊക്കെ കണ്ണും പൂട്ടി ഇങ്ങനെ പോയാൽ ഒരു വിധിയുടെ ദിവസം ഈ ചെറിയവരെയൊക്കെ കർത്താവ് ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കും, കർത്താവേ. അപ്പോൾ ഇത് ശാരീരിക ഗുണങ്ങളാണ്. അപ്പം ഇനി അതില്ലാത്തവരോ ബലഹീന ഇങ്ങനെ താങ്ങത്തില്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്തു? കാണാൻ വന്നു. അത് ശുശ്രൂഷിക്കുന്നതിൻ്റെ ലോകമാണ്. അപ്പം ഈ ചെറിയവരുടെ ഒരു ദൈവം കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പറയുന്നു, ഇതെല്ലാം ആർക്ക് ചെയ്താൽ? ചെറിയവന് ചെയ്താൽ. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു കഥയുണ്ട്, അത് ഞാനിങ്ങനെ തപ്പിപ്പോയി എടുത്തുകൊണ്ട് വന്നു. DC ബുക്സ് പ്രസിദ്ധീകരിച്ച സന്തോഷിച്ചിക്കാനും എന്ന് പറയുന്നൊരു ചെറുകഥാകൃത്ത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചൊരു കഥയാണ്. ആ കഥ ഇന്ന് DC ബുക്സ് ബുക്കായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനതിങ്ങനെ തപ്പി എടുത്തുകൊണ്ട് പോയി വായിച്ചു. എനിക്ക് സത്യത്തിൽ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി. ആ കഥയുടെ പേര് ബിരിയാണി എന്നാണ്. ബിരിയാണി എന്നാണ് സന്തോഷ് എഴുതിയ കഥയുടെ പേര്. കഥയുടെ ആശയം ഇത്രയേ ഉള്ളൂ. ഗോപാൽ യാദവ് എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരൻ, അപ്പോൾ കാസർഗോഡ് പശ്ചാത്തലത്തിൽ ഒരു വലിയ ഒരു ഹാജിയാരുടെ മകളുടെ കല്യാണം നടക്കുകയാണ്. 10,000 പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവൻ്റുകാരെ വിളിച്ചു ചോദിച്ചു,
പെട്ടെന്നൊരു ഒരാളെ കൂടെ വേണം, ഒരു ഹിന്ദിക്കാരനെ കിട്ടാനുണ്ട്. അപ്പോഴാണ് ഈ ഹിന്ദിക്കാരൻ ഗോപാൽ യാദവ് ഇങ്ങനെ 12 വർഷമായി, ബീഹാറിയാണ്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് ഇത് ചോദിച്ചു, ഇയാളിങ്ങനെ കയറി പോയപ്പോൾ എടാ നിനക്കൊരു പണി കിട്ടിയാൽ പോകാം, എത്ര രൂപ ശമ്പളം വേണം? അവൻ പറഞ്ഞു 500 വേണം. ഇല്ല 250 തരാം. അവൻ പറഞ്ഞു 100 രൂപ കൂടി തരാം, 350 തരാം. ശരി 350 സംഭവിച്ചു. അപ്പോൾ തന്നെ വിളിച്ചു, ഫോർച്യൂണർ കാറെ വന്നിട്ട് ഈ ഗോപാൽ യാദവിനെ കയറ്റിക്കൊണ്ട് പോയി. ഗോപാൽ യാദവിനെ കയറ്റിക്കൊണ്ട് അവൻ്റെ ആൾ വന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ബസുമതി റൈസ് ഇട്ട് നല്ല കഞ്ഞി വെക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവനിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഗോപാൽ യാദവിന് അവർ ജോലി കൊടുത്തു. ജോലി ഇതാണ്, നീ ഒരു കുഴിയെടുക്കുക. അതാണ് ഗോപാൽ യാദവിനെ കൊണ്ടുപോയത്. 500 രൂപ 350 രൂപ പറഞ്ഞൊത്ത് കൊണ്ടുപോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ചോദിച്ചു, നിനക്കവിടെ എന്തോ കിട്ടുമായിരുന്നു? കൽക്കരിക്കന്നി ജോലി ഉണ്ടായിരുന്നു, ഒരു ചാക്ക് കൊടുത്താൽ 10 രൂപ കിട്ടും. അങ്ങനെ 15 ട്രിപ്പ് കിട്ടിയാൽ 150 രൂപ കിട്ടും. അതിനിടയ്ക്ക് പോലീസുകാരൊക്കെ പിടിക്കും, ടയർ മാറും, പിന്നെ മിച്ചം ഒരു 10 കുറച്ച് വല്ലതും കാണും. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ 10 രൂപയ്ക്ക് കിട്ടിയാണല്ലോ ഈ 350 രൂപ കൂലി ചോദിച്ച് വഴക്കുണ്ടാക്കുന്നത് ഈ ഫോർച്യൂണർ ഇരിക്കുന്നവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇയാൾ എഴുതുന്നൊരു വാക്കുണ്ടേ, നമ്മളൊരാളോടൊരു സങ്കടം പറഞ്ഞാലേ അത് അല്പമെങ്കിലും അനുഭവിച്ച ഒരാളോടെ പറയാവൂ. അങ്ങനെ അല്ലാത്തവരോട് പറഞ്ഞാൽ ഈ പറയുന്നവൻ കോമാളിയാണ്. പക്ഷേ ഈ കർത്താവിനെടുക്കുക നീ എല്ലാവരും സങ്കടം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എല്ലാം അനുഭവിച്ച ഒരുത്തനായി കുരിശി കിടക്കുന്നത്, മനുഷ്യൻ അനുഭവിച്ച മുഴുവൻ അനുഭവിച്ച. അതുകൊണ്ടാണ് ഈ ലക്ഷങ്ങളും കോടികളും ഒക്കെ വന്നിട്ട് ഇന്നും നെഞ്ചത്തടിച്ച് കർത്താവേ എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നത്. അവൻ്റെ അടുക്ക സങ്കടം പറഞ്ഞാൽ ഒരുത്തനും കോമാളിയാകത്തില്ല. വിശന്നവനും ഈ 12 വയസ്സിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 30ാമത്തെ വയസ്സിലാണ്. ഇതിനിടയ്ക്കുള്ള കാലം നമ്മൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് എന്തോ ചെയ്യായിരുന്നു? മരപ്പണിക്കാരൻ കണ്ടിട്ടില്ലേ, കുത്തിപ്പിടിച്ചിരുന്ന് ഇരിക്കും. അപ്പം 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ആശാരിയെ ശ്രദ്ധിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും കുറേ നേരം, നടുവള പിന്നെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, അധ്വാനിക്കുന്നവരും പറഞ്ഞു വെക്കുന്നവരും എല്ലാം 10-18 വർഷത്തിൻ്റെ യൗവനം ബൈക്കൊക്കെ ഇറങ്ങുമല്ലായിരുന്നു. ന്യൂജൻ ബൈക്കാൻ കറങ്ങി വരുവനല്ല ഗുരു. നല്ല 10, 16, 18 കൗമാരത്തിൻ്റെ നല്ല സമയങ്ങൾ ആശാരിപ്പണി ചെയ്തവൻ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും. അതുകൊണ്ടൊക്കെ ആ വാക്കിനൊക്കെ ഭയങ്കര ജീവനുള്ളത്. പിന്നെ 30 വയസ്സിലിങ്ങനെ ശാനപ്പെട്ടിട്ട് പരിശുശ്രൂഷ ആരംഭിച്ചു. 40 ദിവസം ഉപവസിച്ചു. അപ്പോൾ എന്തോ ചെയ്തു? വിശന്നു. പിശാച് കൊണ്ട് എന്തോ കൊടുത്തു? കല്ല് കൊടുത്തു. ഞാൻ 40 ഇരുന്നിട്ടുണ്ട് ആ പ്രായത്തിൽ. ഇപ്പം പാടാ കേട്ടോ. 40 ഇരുന്ന കുടലൊക്കെ ചുരുങ്ങും, പിന്നെ ഒന്നും ഇറങ്ങത്തില്ല. അപ്പോൾ അവനെ ഇറച്ചിയും മീനും കൊടുക്കത്തില്ല. പിന്നെന്താ കൊടുക്കും മക്കളെ? സോഫ്റ്റ് കഞ്ഞി വേവിച്ച്. പക്ഷേ എൻ്റെ യേശു എഴുന്നേറ്റപ്പം കഞ്ഞി കൊടുക്കാൻ ഒരാളില്ല. അപ്പോൾ പിശാച് കൊണ്ട് കല്ല് കൊടുത്തു. കഞ്ഞി കുടിച്ചാൽ ദഹിക്കത്തില്ല, പിന്നെ കല്ല് തിന്നാൽ ദഹിക്കും. ഓപ്പോസിഷൻ. അതുകൊണ്ടാണ് ഇന്നും വിശന്നവൻ്റെ അടുക്കൽ അവനിങ്ങനെ അപ്പുമായിട്ടൊക്കെ വരും. എത്ര മിഷൻ സാക്ഷ്യങ്ങളാണ്. അടുത്തിടയ്ക്ക് ഞാൻ കേട്ടൊരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ഒരു ദൈവദാസന് 4 പെൺകുഞ്ഞുങ്ങൾ, അവരൊന്ന് വലുതായി. അപ്പം ഇളയ കുഞ്ഞിന് മാത്രം വേണ്ടി 2-3 തോടം പാല് മേടിക്കും. സ്കൂളിൽ പോയ വലിയ മക്കൾ ചോദിച്ചു, അമ്മ തിരിച്ചു വരുമ്പം ഞങ്ങൾക്ക് ഇച്ചിരി ചായക്കകത്ത് പാൽ ഒഴിച്ച് തരാമോ? തരാം മക്കളെന്ന് പറഞ്ഞ് വിട്ടു. എന്നാൽ കൊച്ചുങ്ങളൊക്കെ റാങ്ക് മേടിച്ച പിള്ളേരാണ്. 4 മണിയാകപ്പോൾ അമ്മയുടെ ഉള്ളിലൊരാളൽ. അപ്പോൾ ഒരു പാലുകാരൻ വന്ന് പെട്ടെന്ന് മുട്ടി പാത്രം കൊണ്ടുത്തരാൻ പറഞ്ഞു. പാത്രം ഒഴിച്ചിട്ട് ഇളങ്ങ് പോയി. പാസ്വേഡ് പറഞ്ഞൊരു പാലുകാരൻ പാത്രം. ഏത് പാലുകാരൻ? അമ്മ പറഞ്ഞു, നീ കണ്ടാ അറിയാം. സൈക്കിളിൽ ഇവർ ഓടിപ്പോയി ആ ദേശം മുഴുവൻ തറച്ച്. ഇന്ന് വരെ ആ ഗ്രാമത്തിൽ ആ പാലുകാരനെ കണ്ടിട്ട്. അപ്പൊ ഇന്ന് കൊണ്ടവൻ അരക്കാശിന് മുതലില്ലാതെ, തലയായി പോകാനിടമില്ലാതെ 33 കൊല്ലം ഇങ്ങനെ നടന്നവൻ. അവനിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഈ ഗോപാല യാദവൻ്റെ അടുക്കൽ ഇങ്ങനെ ചെന്നിട്ട്, കഥ എപ്പോഴും സമൂഹത്തിൻ്റെ പൾസല്ലേ, കുഴിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തോരം കുഴി വേണം അവനെ ഇങ്ങനെ വട്ടം കാണിച്ചു. അവൻ അത്രയും കുഴിയെടുത്തു. ആ കുഴിക്കാത്തിരുന്ന് പിന്നെ ഉറങ്ങിപ്പോയി. അപ്പോഴത്തേന് അവൻ വന്ന് വിളിച്ചു, കുഴി റെഡിയായി ചാടി എഴുന്നേറ്റു. എന്താ കാര്യം? ബസുമതി റൈസിൻ്റെ അരി ഒത്തിരി മിച്ചം വന്നു, കെട്ടുകണക്കിന്, ചെമ്പ് കണക്കിന്. അപ്പോൾ ഒരു ചെമ്പ് കൊണ്ട തള്ളി, മറ്റേ ചെമ്പ് കൊണ്ട തള്ളി. അടുത്ത ഈ 2-3 ചെമ്പ് ഇട്ടപ്പോഴത്തേന് ഈ കുഴി നിറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു ചെമ്പ് വന്നു, അത് പൊട്ടിച്ചിട്ടില്ല. ഈ മൈദയൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാം, ചൂടുണ്ട്. അപ്പോൾ ഇനി ഇത് തള്ളണേ, കുടിക്കാത്ത സ്ഥലമില്ല. അപ്പോൾ മുതലാളി ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നീ ഇറങ്ങി നവത്തിലോട്ട് ചവിട്ടാൻ പറഞ്ഞു, ചവിട്ടിത്താക്കാൻ. ഗോപാല യാദവ് ഒന്നിങ്ങനെ കുറേ നേരം നിന്നു ചവിട്ടാൻ. എന്താ കാര്യം എന്നറിയാം? അവൻ ഓർത്തൊരു കാര്യമുണ്ട്. കനിയിൽ ജോലി ചെയ്ത് വരുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു, മാതങ്കിയും ഗോപാല യാദവും കൂടെ കല്യാണം കഴിച്ചു, പ്രേമിച്ചു. 6 മാസം മാതങ്കി ഗർഭിണിയായി.
ബാതങ്കിക്ക് വ്യാക്കൂൺ, എല്ലാ പെണ്ണുങ്ങളെയും പോലെ ചേട്ടനോട് സ്വകാര്യം പറഞ്ഞു, എനിക്ക് ഇച്ചിരി ബസുമതി റൈസിൻ്റെ അരി വേണം. രണ്ടുപേരും കൂടെ പോയി 50 ഗ്രാം ബസുമതി റൈസ് മേടിച്ചു. പക്ഷേ അത് അവൾ കഞ്ഞി വെച്ചില്ല. കഞ്ഞി വെച്ചാൽ തീർന്നു പോയാലെന്ന് വെച്ചുകൊണ്ട് ഓരോന്നിങ്ങനെ കുറച്ച് ഒരു കുഞ്ഞുണ്ടായി. അതുകൊണ്ട് ആ കുഞ്ഞിന് പേരിട്ടു ബസുമതി. അപ്പോഴത്തെ ഇവൻ പറഞ്ഞു ചവിട്ടിത്താക്കാൻ, നെഞ്ചും പൂട്ടി ഇവൻ ചവിട്ടിത്താത്തു. എന്നിട്ട് ഈ ചൂട് അണ്ടാവ് അടുത്തത് പൊട്ടിച്ചന്നത്തിട്ടിട്ട് പുറത്ത് മണ്ണിട്ട് മൂടി. കയറിയപ്പം പൈസ കൊടുത്തപ്പോൾ ഈ ഹാജിയാടെ മോൻ ചോദിച്ചു, ഗോപാലയാദവേ മക്കൾ എത്ര ഉണ്ട്? ഒരു മോള്. കല്യാണം കഴിച്ചോ? ഇല്ല. പിന്നെ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? വിശന്നിട്ട് മരിച്ചു. പേരെന്തായിരുന്നു? ബസുമതി. കഥ അവസാനിച്ചു. അപ്പം ദൈവം ആരുടെ ദൈവമാണ്? ഈ ആർഭാടങ്ങളുടെയും ഇവരെല്ലാം വിധിക്കാൻ വരുന്നുണ്ട്. ഒരു കൗണ്ടർ കൾച്ചറിൻ്റെ സമയമായി. ദൈവം ചേർത്ത് കണ്ട ദൈവം. അപ്പം കർത്താവേ ഞങ്ങളെന്താ ചെയ്യണം? എവിടെ ചുരുങ്ങാൻ നോക്കുമോ അവിടെ ചുരുങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ കൊച്ചായുസ് ചെയ്താൽ എനിക്കൊരു സന്തോഷമാണ്. ദൈവം ഇങ്ങനെ ചെറിയവരുടെ ദൈവമായിട്ട് വലുതാകാൻ ആഗ്രഹിക്കുന്നവരെ വലുതായാലും ചെറുതുകളിൽ സൗന്ദര്യം കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനും കഴിഞ്ഞിട്ട് എനിക്ക് വലുതാകാമെന്ന് പ്രാർത്ഥിക്കും. കണ്ണടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. വിധിയുടെ ഒരു 4 മുഖങ്ങൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും, ഓ അരക്കാശിന് മുതലില്ലാതെ ഭൂലോകത്തിൽ സഞ്ചരിച്ച് ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂട, ഈ ജന്മസ്ഥലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാതായി നീ പാർത്തലത്തിൽ കർത്താവേ, ഇങ്ങനെ ഒരു വിധികളുടെയൊക്കെ മുമ്പിലേക്കാണ് ഞാൻ നിന്നാൽ, കുറേ വർഷം നമ്മളൊക്കെ ഒത്തിരി അനുഭവിച്ച് കടന്നു പോയവരല്ലേ. ഇന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാലെങ്കിലും ഉള്ള മനസ്സിങ്ങനെ കഠിനപ്പെട്ടു പോയില്ലേ? ആ ഒരു സെൻസിറ്റിവിറ്റി ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ പൊന്നുമക്കളെ, ആർഭാടങ്ങളുടെ ലോകത്തേക്കും വസ്ത്രങ്ങളെല്ലാം വേണം, ഏറ്റവും ശ്രേഷ്ഠവും മാന്യമായിരിക്കണം. പക്ഷേ അപ്പോഴും നിങ്ങൾ നോക്കണം, വലിയവരെ നോക്കിയിട്ട് അസ്വസ്ഥപ്പെടരുത്, ചെറിയവരെ ഇങ്ങനെ നോക്കണം. വലിയ വലിയ കാര്യമൊന്നും അല്ല ഞാൻ കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. ഞാൻ പലപ്പോഴും യാത്രകളൊക്കെ പോകാറുണ്ടേ. അപ്പോൾ ഇഷ്ടംപോലെ മുട്ടായൊക്കെ കിട്ടും, പൂറി മുട്ടായൊക്കെ. എന്നെ സംബന്ധിച്ച് ഇന്ന് എനിക്കത് വേണ്ട, കാരണം ഞാൻ ഇഷ്ടംപോലെ യാത്രകൾ പോകാറും, അല്ലെങ്കിൽ ആരും കൊണ്ടെത്തി. അപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങനെ പറയാപ്പാ, ഇതെല്ലാം നമുക്ക് എടുത്ത് വെച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കണം. അപ്പം ഞാൻ കണ്ടു ഞങ്ങളുടെ ഒരു ഒരു മോന് ഞാൻ കുറേ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ കൊണ്ടിട്ട് ഇത് ഇത്രയേ ഉള്ളൂ, നിൻ്റെ പിള്ളേരുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണ്ടേ, നീ അത് കൊണ്ടിട്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കണം. ഇവനത് നോക്കിയിട്ട് മൊത്തം തിന്നു. എടാ ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ തന്നല്ലേ? പോച്ചാ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അച്ഛാ, ഞാൻ തിന്നിട്ട് മതി പിള്ളേർ അച്ഛൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിള്ളേർക്ക് കൊടുത്താൽ മതി. ഒരു പോറിമുട്ടായി പോലും നമ്മളിട്ട് വട്ടം തട്ടുവാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയവരുടെ ഒരു ദൈവം ഇങ്ങനെ വരും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പരീക്ഷ. അപ്പം കർത്താവ് എനിക്കൊന്ന് മാറി ചിന്തിക്കാൻ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും വലിയവരല്ല, എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെന്തോ കൊച്ചു കൊച്ചു പാസ് കഴിയുന്നവർ. എന്നാലും കർത്താവേ എനിക്ക് വലിയവനാകണം,
എൻ്റെ അവസ്ഥകളൊക്കെ മാറണം. പക്ഷെ അപ്പോഴും എനിക്ക് ചെറിയവരെയൊക്കെ നോക്കിയിട്ടൊന്ന് സ്തോത്രം ചെയ്യുവാനും വലിയവരെ നോക്കി മാത്രം അതാകണം എന്നല്ല, ഈ ചെറിയവൻ്റെ കണ്ണിൽ കൂടെ ഒന്ന് കാണാനും ആ ക്രിസ്തുവിൻ്റെ കണ്ണ് എനിക്ക് തന്നിട്ട് അതിനോടൊരു സെൻസിറ്റിവിറ്റിയോടെ തരണമേ. ആ കഥയിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട്, വല്ലതൊക്കെ അനുഭവിച്ചിരിയെങ്കിലും ഇതിലൊക്കെ കടന്നു പോയവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എനിക്കും തോന്നി ഇതൊക്കെ സത്യമാണ്. അപ്പം അങ്ങനെയെങ്കിലും ഇന്ന് രാത്രിയിൽ ഒന്ന് ത്യജിക്കാനും ഈ ചെറിയവരെ ഒന്ന് കാണാനും കുറച്ചുകൂടെ ഒന്ന് ബൈബിള് വായിക്കാനും കുറച്ചുകൂടെ പ്രസംഗത്തിന് മുമ്പിലൊക്കെ ഒന്ന് കുറ്റപ്പെടുത്താതെ വിമർശനത്തോടെ ഒരു മുൻവിധിയോടെ ഒന്ന് ഇരിക്കാതെയും കുറച്ചുകൂടെ ഒന്ന് ഈൽഡ് ചെയ്തൊക്കെ ഒന്ന് ദൈവസന്ധിയൊക്കെ ഒന്ന് ഇരിക്കാനും ഒക്കെയുള്ള ഒരു കൃപ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ദൈവസന്ധി സമർപ്പിച്ചാട്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നവർ സമർപ്പണത്തിൻ്റെ ഒരു ഭാഷയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ എങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, 4 വിധികൾ ദൈവം ചെറിയ ദൈവം കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ അരക്കാ മുതലില്ലാതെ സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ സഞ്ചരിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. കർത്താവേ രൂപം, അതുകൊണ്ട് ഈ രൂപത്തിന്റെ സൗന്ദര്യം കണ്ടാലാണ് അറിയാത്തവരായി ക്രൂശിൽ നഗ്നരായി കിടന്നവന്റെ സൗന്ദര്യം എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കണ്ടോ? നീണ്ട 10 വർഷം അധ്വാനിച്ച് എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനവിടെ എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം. കർത്താവേ, എവിടെയൊക്കെയോ എൻ്റെ കാഴ്ചപ്പാടുകളിലും എൻ്റെ ചിന്താഗതികളിലും മൈൻഡ് സെറ്റാണ് മാറേണ്ടത്. മനോഭാവം, എൻ്റെ മനോഭാവങ്ങളിൽ ഞാനിങ്ങനെ വെറുതെകളൊക്കെ നോക്കി കർത്താവ് എനിക്കത് വേണം, അതൊക്കെ വേണം, വേണ്ടെന്നല്ല, ഞാൻ 100% അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനോഭാവത്തിന് എവിടെ ഒരു വ്യത്യാസം കർത്താവിന് രാത്രി വരാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെയൊക്കെ ഒന്ന് കടന്നു പോകേണ്ട വന്നാൽ അപ്പം എനിക്കൊരു മാറ്റം, എൻ്റെ മനോഭാവത്തിനൊരു മാറ്റം ആഗ്രഹമുണ്ട് കർത്താവ്. കുറച്ചുകൂടെ ഒന്ന് ത്യജിക്കുക, കുറച്ചുകൂടി ചെറിയവരെയൊക്കെ ഒന്ന് കാണുക, കുറച്ചുകൂടി വചനമൊക്കെ ഒന്ന് വായിക്കുക, ഇരുന്ന് രാത്രിയിലൊക്കെ ഇരുന്നൊന്ന് വായിക്കുക.
എൻ്റെ ദേവദാസം പ്രസംഗിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ. എൻ്റെ മനോഭാവങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരെ കര ഉയർത്തി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു ചുരിദാറിന വഴക്ക് നിങ്ങൾക്കെല്ലാം വേണം മക്കളെ, നിങ്ങളെല്ലാം പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ഫോൺ എടുക്കുന്നു 50,000 രൂപ. അടുത്ത വർഷം അതേ അടുത്ത മോഡൽ ഇറങ്ങുമ്പോൾ തകർത്തിട്ട് അത് ഉടച്ചിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇല്ലാത്ത പൈസയ്ക്ക് 50,000 രൂപയുടെ ഫോൺ മേടിച്ചിങ്ങനെ നിൽക്കും. അതിന് കാശിന് മുതലില്ലാത്തവൻ ചിലപ്പോൾ ഒരു ഡയാലിസിസ്, എനിക്കറിയാതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഡയാലിസിസിന് 1000 രൂപ മതി. രാത്രി 2-3 മണിക്ക് ഡയാലിസിസ് കൊണ്ട് പെങ്ങള് 10 മണിയാകുമ്പോൾ എന്നെ വിളിക്കും, ശ്വാസം മുട്ടല ഡയാലിസിസ്. കർത്താവേ, നീ ചെറിയവരുടെയൊക്കെ ദൈവം, നിങ്ങളുടെ കണ്ണുകളിങ്ങനെ കുറച്ചുകൂടുമ്പോൾ തുറക്കാൻ, നിങ്ങളുടെ കണ്ണുകൾ കുറച്ചുകൂടൊക്കെ തുറക്കാൻ. ഞങ്ങൾ ചിലപ്പോൾ ഈ വിധിയുടെ മുഖത്തൊക്കെ നിൽക്കേണ്ടി വന്ന ഇങ്ങനെ കരിക്കട്ട് പോലെ നിൽക്കാനിടയായ കർത്താവ് വിശ്വസിച്ചത് കൊണ്ടും ഞങ്ങളെ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ ഉയർക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഏറ്റവും നല്ലൊരു ഉയർപ്പിങ്ങനെ കിട്ടി. നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ഏറ്റവും തേജസ്സിന്റെ പൊൻപുരി ഞങ്ങളെ നിർത്തുമ്പോ സഹായിക്കണേ അപ്പ. ഞങ്ങളതൊക്കെ ഒരു മാറി ചിന്തിക്കുവാൻ ഈ കൊച്ചാഴ്ച ഞങ്ങൾക്കിടയാക്കണം. ഒരു അമിത ആർഭാടത്തിൻ്റെയും ഭോഗങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രോസ്പെരിറ്റിയുടെയും ഒക്കെ ഒരു ഗോസ്പലും അതിൻ്റെ എല്ലാം നടക്കും. ഞങ്ങളതെല്ലാം ആഗ്രഹിക്കുന്ന കർത്താവ്. എപ്പോഴും ബൈബിൾ ഒരു കൗണ്ടർ കൾച്ചറാന്നുള്ള ഒരു അറിവിലൊന്ന് ഞങ്ങളുടെ മനോഭാവങ്ങളെ തിരുത്തുവാൻ ഈ കൊച്ചാഴ്ചയ്ക്കിടയാക്കണം. ഞങ്ങളെ സമർപ്പിക്കും യേശുവിന്റെ. എല്ലാവർക്കും ദൈവസ്ഥലിരിക്കാം, കണ്ണുകളെ ദൈവസ്ഥലടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ വിലയേറിയ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാളുകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ പ്രാവശ്യത്തെ 27ാമത്തെ കൺവെൻഷൻ്റെ 3-ാം ദിനത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ഐശ്വര്യകരമായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് വളരെ വ്യക്തമായി ദൈവാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. കർത്താവേ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവന് ഈ ലോകത്തിൽ ഇടമില്ലാതിരുന്നു. എന്നാൽ ഇടമില്ലാത്തവർക്കൊക്കെയും ഒരിടമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ഉള്ളതിനാൽ നന്ദിയോടുകൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ നീ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഞങ്ങളുടെ രൂപാന്തരം പ്രാപിക്കുവാൻ, എന്നും ഞങ്ങൾ വന്ന് കേൾവിക്കാരായി ഇരുന്ന് മടങ്ങിപ്പോകുവാനല്ല, ഞങ്ങൾ ഇന്ന് കേട്ട ദൂതിൻ്റെ മുൻപാകെ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയുള്ളതെന്ന് ഞങ്ങൾ കാണുവാൻ, കർത്താവ് എങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്, കർത്താവ് എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ഇതൊക്കെ ഞങ്ങളൊന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അത് ചെറിയവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, ചെറിയവരുടെ ദൈവമാണ് ഞങ്ങളുടെ കർത്താവ്. അത് ഞങ്ങൾക്ക് ഉള്ളതൊക്കെയും ഞങ്ങൾ കൊടുത്ത്, ഞങ്ങളൊക്കെ പലപ്പോഴും അഭിമാനിക്കും, ഞങ്ങൾ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നു എന്ന് അഭിമാനിക്കുമെങ്കിലും കർത്താവ് ഞങ്ങളോട് പറയാനുള്ളത്, എന്നാൽ ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുപ്പീൻ. കർത്താവെ, അതിന്ന് ഞങ്ങളെ ഉണർത്തിച്ചല്ലോ. അത് എപ്രകാരമാണെന്നുള്ളത് ഞങ്ങൾ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് ഞങ്ങളുടെ ആ പോരായ്മ നികത്തുവാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. ദൈവവചനം ധ്യാനിക്കുവാനുള്ള ആ കൃപ നീ ഞങ്ങൾക്ക് നൽകി തരണമേ. ഈ ദൈവവചനം ധ്യാനിച്ചിരുന്നാൽ അത് ഈ ലോകത്തിൻ്റെ എല്ലാ ധാടിമോടികളിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയാകുമല്ലോ. കർത്താവേ, എല്ലാറ്റിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. വചനം ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ശക്തമായി കരങ്ങളെടുത്ത് വിനിയോഗിച്ചല്ലോ. അത് ഞങ്ങൾ പിന്നെയും അത് ഉരുവിട്ട് ചിന്തിപ്പാൻ, ഒരുപക്ഷെ ഇന്ന് തീരുമാനം ഇവിടെ എടുക്കുവാൻ സാധിക്കാത്ത
യാത്രയിൽ മടങ്ങിപ്പോകുമ്പോൾ, രാത്രി കിടക്കമേൽ ഒക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളെന്നും വചനം കേൾക്കുന്നു, എന്നാലൊരു രൂപാന്തരം ഞങ്ങൾക്ക് വന്നില്ലല്ലോ എന്ന് കണ്ട് രൂപാന്തരം വരുവാൻ, ഞങ്ങളിതൊക്കെ പ്രാവർത്തികമാക്കി തീർക്കുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഈ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൽ ഡയറക്ടറായിരിക്കുന്ന കർത്തൃദാസനെ ഏൽപ്പിക്കുന്ന കുടുംബമായി നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് നീ ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചല്ലോ. നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നീ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. എല്ലാറ്റിനായി സ്തോത്രം. അനേക ദൈവഭക്തന്മാർ ഇതിൽ കടന്നു വന്നിട്ട് ഉണ്ടല്ലോ, ദൈവദാസന്മാർ, എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവിടുന്ന് യാത്ര അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും അനുഗ്രഹകരമായ ശുശ്രൂഷകൾ നൽകി തന്നാട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും നടത്തിപ്പും നമ്മോടും കൂടപ്പെട്ട എല്ലാവരോടും, വചനം ശുശ്രൂഷിച്ച കർത്തൃദാസനോടും, വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും, ഈ പ്രസ്ഥാനത്തോടും ഈ ദേശനിവാസികളോടുകൂടെയും ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് കാര്യങ്ങൾ ശക്തിയോടെ സ്തോത്രം ചെയ്താട്ട്, ശക്തിയോടെ